ഐറിഷിൻ്റെ കയ്യിൽ ആ കുറിപ്പ് കിട്ടുമ്പോൾ നവീൻ സ്വന്തം മാതാപിതാക്കൾക്കൊപ്പം അമേരിക്കയിലായിരുന്നു. ഇതിനിടയിൽ അയാൾ പലവട്ടം ഐറിഷിനെ തേടി അവളുടെ വീട്ടിലെത്തിയിരുന്നു. അപ്പോഴൊക്കെ സലോമി പറഞ്ഞു, അവൾ ഹാജിയാർക്കൊപ്പം ബിസിനസ് ടൂറിലാണ്. ഇനി എന്നാണാവോ മടങ്ങുക? ആ കുറിപ്പ് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, മറക്കാതെ കൊടുക്കാം. അത് ശുദ്ധ നുണയായിരുന്നു. ഐറിഷ് പലവട്ടം വീട്ടിൽ വന്നു. അപ്പോഴൊക്കെ ഹാജിയാരും ഉണ്ടായിരുന്നു ഒപ്പം. അതുകൊണ്ട് തന്നെ ആ കുറിപ്പ് കൊടുക്കാൻ സലോമിക്കായില്ല. അമേരിക്കയ്ക്ക് പോകും മുമ്പ് വന്നപ്പോൾ നവീൻ സലോമിയോട് ഒരു കാര്യം പറഞ്ഞു. ഐറിഷിനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അത് അവളോട് പറയണം. ഞാൻ അവൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു എന്നും പറയണം. അത് വേണ്ട മോനെ, ആ മോഹം വേണ്ടെന്ന് വയ്ക്കണം. എനിക്കതേ പറയാനുള്ളൂ, സലോമി തീർത്തു പറഞ്ഞു. പറ്റില്ല, പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതായി അവളോട് പറയണം. നവീൻ്റെ ശബ്ദമിടറിയിരുന്നു. ശരി, ഞാൻ പറയാം. സലോമിയുടെ മുഖം മങ്ങി. സലോമി കുറിപ്പ് ഐറിഷിൻ്റെ നേർക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു. നവീൻ, നിന്റെ ഫ്രണ്ടല്ലേ? അയാൾ തന്നതാ നിന്നെ ഏൽപ്പിക്കാൻ. എത്ര പ്രാവശ്യമാ ആ കുട്ടി നിന്നെ തേടി വന്നതെന്നറിയോ? ഐറിഷ് അതിന് മറുപടി പറയാതെ കുറിപ്പ് നിവർത്തി. റിയലി ഐ ലവ് യു ഐറിഷ്. അത് വെറും അക്ഷരങ്ങളല്ല, നവീൻ തൻ്റെ മുന്നിൽ നിൽക്കുന്നതായി ഐറിഷിന് തോന്നി. കോളേജ് അങ്കണത്തിലെ ഓരോ മൺതരിക്കും അറിയാം നവീൻ്റെ ഹൃദയസ്പന്ദനം. ഏതാൾക്കൂട്ടത്തിലും ഏകനായി നടന്ന സൗമ്യശീലനായ നവീൻ തൻ്റെ നിഴലായി തൻ്റെ ഓരോ ചുവടിലും പിന്തുടർന്ന അരുമ ചങ്ങാതി. തങ്ങളുടെ ആത്മാവുകൾ തമ്മിൽ സംസാരിച്ചിരുന്നു എപ്പോഴും. അൾത്താരയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ മിശിഹായുടെ രൂപത്തിൽ, ക്ലാസ്സിലിരിക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ്റെ രൂപത്തിൽ, കുർബാന വേളയിൽ പള്ളിവികാരിയുടെ രൂപത്തിൽ, ഏതാപത്തിലും വിടാതെ കൈപ്പിടിക്കുന്ന രക്ഷകൻ്റെ രൂപത്തിൽ, പിന്നെ കാട്ടാളൻ വെടിവെച്ചിട്ട ഇണപക്ഷിയുടെ രൂപത്തിൽ. നവീൻ ഒരു ചെറുകാറ്റുപോലെ തഴുകി, എപ്പോഴും മനസ്സിൽ നിറഞ്ഞ ഒരു സൗരഭ്യമായി, കയ്യെത്തി തൊടാവുന്ന അകലത്തിലും ആകാശ കുസുമമായി. ഒടുവിലിതാ ഒരു ദുരന്ത ജീവിതം പേർന്ന ചിരകാല സഹയാത്രയ്ക്ക് മുന്നിൽ പ്രണയം പ്രണയം എന്ന് വിലപിക്കുന്ന ശരണാർത്ഥിയായി. എന്തൊരു കഷ്ടമാണിത്! കുറിപ്പ് പലതവണ വായിച്ച ശേഷം ഐറിഷ് അത് അടുത്തിരുന്ന ചവറ്റുകുട്ടയിലേക്കിട്ടു. തന്നെക്കാൾ 50 വയസ്സ് കൂടുതലുള്ള ഒരു പടുവൃതൻ്റെ കിടക്കയിൽ അവഹേളിക്കപ്പെടുന്ന ഈ ശരീരം തനിക്ക് പോലും ഭാരമായിരിക്കെ, ആ മാംസപിണ്ഡത്തിനുള്ളിൽ വിശുദ്ധമായ ഒരു വികാരം ഒരുവന് വേണ്ടി തുടിക്കുന്നുണ്ടെന്ന് പറയുന്നത് എന്ത് അസംബന്ധമാണ്! സ്വന്തം പേര് പോലും നഷ്ടപ്പെട്ടവൾ, ആർത്തികമായ അസ്തിത്വം പോലും അന്യാധീനപ്പെട്ടവൾ, ജൈവികതയുടെ ആണിക്കല്ലിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ സംജ്ഞ പോലും താൻ ഓർമ്മിക്കുന്നില്ല. ബീവി, അത് ഓർമ്മിക്കുന്ന ഒരേയൊരാൾ ആ മനുഷ്യനാണ്. അടുത്ത സുഹൃത്തുക്കളോട് അയാൾ പറയും, ഇതെൻ്റെ ബീവിയാ, സാഹിറ ബേബി. ഇതൊക്കെ നവീനോട് പറയാൻ പറ്റുമോ? തൻ്റെ നിഴലായിത്തീർന്ന കാലം മുതൽ നവീന് തന്നോടെന്തോ പറയാനുണ്ടായിരുന്നു തനിക്കും. പക്ഷേ ഒരുപാട് സന്ദർഭങ്ങളുണ്ടായിരുന്നിട്ടും തങ്ങളുടെ അഭിലാഷം മനസ്സിൽ തന്നെ തളച്ചിടുകയായിരുന്നല്ലോ. എന്തോ മനസ്സ് തുറക്കാൻ രണ്ടുപേർക്കും ഭയമായിരുന്നു. തൻ്റെ മനസ്സിൽ നവീൻ എന്ന ആകർഷണത്തെക്കാൾ ആഴത്തിൽ വേരൂന്നിയിരുന്നത് സ്വന്തം കുടുംബമെന്ന യാഥാർത്ഥ്യമായിരുന്നല്ലോ. കന്യാസ്ത്രീയാകാൻ സദാ പ്രേരിപ്പിക്കുന്ന മദർ സുപ്പീരിയർ എപ്പോഴും ഓർമ്മിപ്പിക്കും, നിന്റെ കുടുംബം പിശാചിൻ്റെ കയ്യൊപ്പ് വീണ ഭവനമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമാണിത്. നിന്റെ ദൈവവഴി. ജീവിതത്തിൻ്റെ തരിശിടങ്ങളിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന കുടുംബത്തിൻ്റെ സങ്കടങ്ങളോട് മുഖത്തിരിക്കാൻ ഐറിഷിനായില്ല. ബ്രഹ്മചര്യത്തിൻ്റെ വേഷപ്പകർച്ചയിൽ മനസ്സിനെ മധുരിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രണയം എന്ന ചെകുത്താൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കണേ എന്ന് കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാതിരുന്നില്ല. കർത്താവിൻ്റെ മണവാട്ടിയായാൽ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുമെന്ന മമ്മി പറയുന്നത്. പെട്ടെന്നാണല്ലോ കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞത്. പപ്പയുടെ സുഹൃത്ത്, കുടുംബത്തിൻ്റെ അടുത്ത മിത്രം, പപ്പയുടെ പാട്ടിക്കാരൻ, സമ്പന്നൻ. ഓർമ്മ വച്ച കാലം മുതൽ വീട്ടിലെ തീന്മേശയിൽ തങ്ങൾക്കൊപ്പം ഒരു പാത്രം വെച്ച് വിളമ്പിയിരുന്ന ഓർമ്മകൾ. ഹമീദ് ഹാജി, കൈനിറയെ കളിപ്പാട്ടങ്ങളും മിഠായിപ്പെട്ടിയും പുത്തനുടുപ്പുകളും അത്തറും സെൻറ്റും, കാറിൽ കയറി സവാരിയും. എത്ര നല്ല നാളുകൾ! മമ്മി പറഞ്ഞു അങ്കിൾ എന്ന് വിളിച്ചോളാൻ. മമ്മിയും അങ്ങനെ തന്നെയാണ് വിളിച്ചത്. തങ്ങളുടെ ഭാഗ്യത്തിലും ദൗർഭാഗ്യത്തിലും ഒരുപോലെ ഒപ്പം നിന്ന ഒരാൾ. അങ്കിൾ എത്ര പ്രാവശ്യമാണ് പണം മുടക്കിയുള്ള രാഷ്ട്രീയക്കളി നിർത്തിക്കൊള്ളാൻ പപ്പയെ ഗുണദോഷിച്ചത്. ഒടുവിൽ എല്ലാം നശിച്ചു നിസ്സനായി നിന്ന പപ്പ വർക്കിസാറിന് കൊടുക്കാൻ 10 ലക്ഷം രൂപ അങ്കിളിനോട് വായ്പ വാങ്ങിക്കൊടുക്കാൻ തന്നെയാണല്ലോ ചുമതലപ്പെടുത്തിയത്. ഐറിഷ് എന്തിനാ മാത്യൂസിൻ്റെ നെറുകേടിന് കൂട്ടുനിൽക്കുന്നേ? ഹാജിയാർ ചോദിച്ചു. അങ്കിൾ, പപ്പയ്ക്ക് MLA സ്ഥാനം വർക്കിസാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് പപ്പയുടെ എക്കാലത്തെയും ഒരു മോഹ. ഈ 10 ലക്ഷം കൂടി കൊടുക്കാതിരുന്നാൽ ചിലപ്പോൾ വർക്കിസാർ വാക്കുമാറിയാലോ. അന്ന് ഐറിഷ് സ്കൂൾ ഫൈനൽ വിദ്യാർത്ഥിയാണെന്ന് ഓർക്കണം. അവൾ ഹാജിയാർക്കൊരു ദൗർബല്യമാണെന്ന് മാത്യൂസ് മനസ്സിലാക്കാനിടയില്ല. പക്ഷേ സുന്ദരിയായ സലോമിയെ സ്വന്തം പെങ്ങളെപ്പോലെ കരുതിയിരുന്ന ഹാജിയാരുടെ പപ്പയ്ക്കും മമ്മിക്കും വലിയ ബഹുമാനം മതിപ്പുമായിരുന്നു. 10 ലക്ഷം രൂപ തിരിച്ചു കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലാതെയാണ് ഹാജിയാർ ഐറിഷിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തത്. ആ ഓർമ്മകളിൽ നടുങ്ങി ഐറിഷ് വീടിൻ്റെ വരാന്തയിലെ ഇരുളിൽ വിറങ്ങലിച്ചു നിന്നു. കന്യാസ്ത്രീയാവാൻ ആഗ്രഹിച്ചതല്ല, പക്ഷേ അതിന് സമ്മതിക്കേണ്ടി വന്നു. നവീനോടൊപ്പം പ്രണയഭരിതമായ ഒരു ജീവിതം സ്വപ്നം കണ്ടു. കുടുംബം, കുട്ടികൾ, വെറുമൊരു സാധാരണ സ്ത്രീയുടെ നിസ്സാരമായ ആഗ്രഹങ്ങൾ. എന്നിട്ടിപ്പോഴോ വാർദ്ധക്യത്തിൻ്റെ വിരസതയിലും യൗവനയുക്തമായ ഒരു സ്ത്രീയുടെ വൈകാരികമായ തൃഷ്ണകളോട് പൊരുത്തപ്പെടാനാവാതെ ഒളിച്ചോടുന്ന പുരുഷൻ, പടുവൃദ്ധൻ, കഷ്ടം.
സഹതാപമാണ് അദ്ദേഹത്തോട്. തനിക്ക് വേണ്ടി അദ്ദേഹം കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾക്ക് വഴങ്ങിക്കൊടുക്കുമ്പോൾ അപമാനഭാരത്താൽ സ്വയം എരിഞ്ഞു തീരുകയാണ്. ഈ ബന്ധത്തിന് എന്ത് പേര് വിളിക്കും? ദാമ്പത്യം? കാലത്തിൻ്റെ വിദൂരമായ രണ്ടറ്റത്ത് നോക്കുകുത്തികളെപ്പോലെ രണ്ടു മനുഷ്യക്കോലങ്ങൾ. യൗവനകാലത്ത് മനസ്സിൽ നാമിട്ട മോഹങ്ങൾ കെട്ടുപോകാതെ കടപ്പാടിൻ്റെ പേരിൽ കണക്ക് പറഞ്ഞ് കൈക്കലാക്കിയപ്പോൾ പാവം ഓർത്തു കാണില്ല തനിക്കിതൊരു ബാധ്യതയാകുമെന്ന്. ആദ്യ രാത്രിയിൽ തന്നെ ഭയന്നു പോയി അയാൾ. അതിജീവിക്കാനാവാത്ത വിധം ആ ഭയം അയാളെ കീഴടക്കി കളഞ്ഞു. ഐറിഷ് പുറത്ത് ഇരുളിലേക്ക് നോക്കി അങ്ങിങ്ങും മിന്നാമിനുങ്ങുകൾ. പെട്ടെന്ന് അവൾ നവീനെ ഓർത്തു. അയാൾ എഴുതിയ കുറിപ്പ് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞതും ഓർമ്മ വന്നു. ധൃതിയിൽ അവൾ അകത്ത് കയറി അത് തപ്പിയെടുത്തു. റിയലി ഐ ലവ് യു ഐറിഷ്. വായിച്ചു. വീണ്ടും 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 വായിച്ചു. അവളുടെ കൈകൾ വിറച്ചു, കണ്ണുകൾ നിറഞ്ഞു. കയ്യിലിരുന്ന കടലാസ് തുണ്ട് നിലത്തേക്ക് പാറി വീണു. അവൾ അത് വാരിയെടുത്ത് മാറോട്ട് ചേർത്തു. പിന്നെ ഗദ്ഗത്തോടെ ഉരുവിട്ടു. നവീൻ, സോറി, ഐ കാൺ. അപ്പോൾ പുറത്ത് കാറിൻ്റെ ഹോൺ കേട്ടു. ഹാജിയാർ വന്നിരിക്കുന്നു. കൂട്ടിക്കൊണ്ടു പോകാനാണ്. ഇപ്പോൾ തന്നെ മടങ്ങേണ്ടി വരും. നവീൻ വച്ചു നീട്ടുന്ന സ്നേഹം ക്ഷമാപൂർവ്വം തിരസ്കരിക്കുകയാണ്. കാരണം അത്രമാത്രം തീവ്രവും ദീപ്തവുമാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. കന്യാസ്ത്രീയാവുക അത് എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ഇപ്പോൾ ഞാൻ തിരഞ്ഞെടുത്ത വഴി ബ്രഹ്മചര്യത്തേക്കാൾ പീഡിതമായ എൻ്റെ സ്ത്രീത്വത്തിൻ്റെ കീഴടങ്ങലാണ്. നിർവചനങ്ങളൊന്നുമില്ലാത്ത ഒരു ജീവിത വ്യവസ്ഥയിലേക്ക് ഞാൻ എറിയപ്പെട്ടിരിക്കുന്നു. കടപ്പാടിൻ്റെ ചങ്ങലയിൽ ഞാൻ കുരുങ്ങിപ്പോയി. ഇനി ഒരു പിന്മടക്കം എനിക്ക് സാധ്യമല്ല. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, എൻ്റെ മനസ്സിൽ എന്നും താനുണ്ടായിരുന്നു നവീൻ. ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇനി നമ്മൾ തമ്മിലൊരു കണ്ടുമുട്ടലുണ്ടാവുകയില്ല. അതിന് ശ്രമിക്കരുത്. എൻ്റെ അക്ഷരങ്ങൾ തീർന്നു. കണ്ണിൽ ഇരുൾ വീഴുകയാണ്. തപാലിലാണ് നവീന് ആ കത്ത് കിട്ടിയത്. അതെഴുതി വളരെ നാളുകൾക്ക് ശേഷം ആരോ പൊട്ടിച്ച നിലയിലാണ് അത് നവീന് ലഭിക്കുന്നത്. നവീനെ സംബന്ധിച്ച് അതൊരു ഷോക്കായിരുന്നു. ഐറിഷ് തന്നെ തിരസ്കരിച്ചു എന്നതിലുപരി അവൾ തന്നെ സ്നേഹിച്ചിരുന്നു എന്ന അറിവ് അയാളെ ദുഃഖിപ്പിച്ചു. അവളുടെ ഓർമ്മകളിൽ മുങ്ങി അയാൾ അലഞ്ഞു നടന്നു. ആത്മാവിൻ്റെ ആഴങ്ങളിൽ അലയടിക്കുന്ന നഷ്ടസ്വപ്നങ്ങളുടെ ഭാണ്ഡവും പേറി അയാളുടെ കാലം പതുക്കെ കടന്നുപോയി. പ്രണയത്തിൻ്റെ ആവേശവും ആകുലതകളും പരസ്പരം വീതിച്ചെടുത്ത് ജീവിതത്തെ ആഘോഷമാക്കുന്ന ദമ്പതികളെക്കുറിച്ച് അയാൾ ഓർത്തു. പ്രണയത്തിൻ്റെ സാക്ഷാത്കാരം വിവാഹമാണെന്ന വ്യവസ്ഥാപിത രീതിയാണല്ലോ എല്ലാ പ്രണയിനികളും സ്വീകരിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ അതൊന്നും ഉണ്ടായില്ല. പ്രണയം തന്നെ ഒരു മരീചിക പോലെ മാഞ്ഞു പോയിരിക്കുന്നു. വിരഹം, തിരസ്കാരം എല്ലാം ദുഃഖം തന്നെയാണ്. എന്നാലും അവളുടെ ഓർമ്മകളുമായി ജീവിക്കാനൊരു സുഖം. അതിൻ്റെ നൊമ്പരം തന്നെ ഒരു സുഖമാണ് താനും. തൻ്റെ മനസ്സിൽ മോഹത്തിൻ്റെ ചെന്തി പടർത്തിയ പെണ്ണാണ്. അവളുടെ സാമീപ്യം സംഗീത രാഗധാരയിൽ ഒരു പല്ലവി പോലെ താൻ ഒഴുകിപ്പോയിട്ടുണ്ട്. അവളുടെ കണ്ണുകളിൽ സദാ തുടിച്ചു നിന്ന കണ്ണീർ കണങ്ങൾ തൻ്റെ ഹൃദയത്തിലാണ് ഘനീഭൂതമായത്. ഐറിഷ് ഒരു മോഹശലഭമായി മനസ്സിലേക്ക് പാറി വന്നതു മുതൽ തനിക്ക് അവൾ മതി എന്നുറപ്പിച്ചതാണ്. ഒന്നും നടന്നില്ല. ഏതോ പകൽ കിനാവ് പോലെ അവൾ മാഞ്ഞുപോയി. അതെ, തൻ്റെ മനസ്സിൽ മാരകമായ മുറിവേൽപ്പിച്ചുകൊണ്ട് അവൾ കടന്നുപോയി. അന്നു മുതൽ താൻ അവളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. കണ്ടെത്താനായില്ല. അവൾ താമസിച്ചിരുന്ന ആ വീടും അവിടെ ഉണ്ടായിരുന്നില്ല. അവർ എവിടേക്കോ പറിച്ചു നടപ്പെട്ടിരിക്കുന്നു. ആ പഴയ ഇല്ലിപ്പടർപ്പിൻ്റെ സ്ഥാനത്ത് കൂറ്റൻ മതിൽക്കെട്ടുകൾ. അവിടെ പരന്നു കിടന്ന പാടങ്ങളുടെ സ്ഥാനത്ത് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മാത്രം. ബ്രഹ്മചര്യത്തേക്കാൾ തീക്ഷ്ണമായി പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീത്വാനുഭവവുമായി അവളെങ്ങോട്ടോ തെറിച്ചു വീണിരിക്കുന്നു. ഐറിഷ്, ഞാൻ മടങ്ങുന്നു. എന്നിലേക്ക് തന്നെ. ശിഷ്ടജീവിതം നിൻ്റെ ഓർമ്മകൾക്കായി നീക്കിവയ്ക്കുന്നു. അതിനുശേഷം ദൂതനെ പോലെ അലഞ്ഞു നടന്ന നാളുകൾ. അയാൾ തൻ്റെ മാതാപിതാക്കൾക്കൊപ്പം നിൽക്കാൻ കൂട്ടാക്കിയില്ല. കാരണം വിവാഹത്തിന് വേണ്ടി സമ്മർദ്ദം സഹിക്കാനായില്ല. മമ്മി ആത്മഹത്യാ ഭീഷണി മുഴക്കി. പെൺകുട്ടികൾ പലരും പ്രണയാഭ്യർത്ഥനയുമായി അടുത്തുകൂടി. എല്ലാറ്റിനെയും വെറുത്തു. മനസ്സിൽ മടുപ്പ് വന്നു നിറഞ്ഞു. ഇതിനിടയിൽ എപ്പോഴോ ഐറിഷിന് പോലും മനസ്സിൽ നിന്നും മാഞ്ഞുപോയി. അത്രമാത്രം ആഘാതമേൽപ്പിക്കുന്നതായിരുന്നു പപ്പയുടെ മരണം. മരണസമയത്ത് താൻ അടുത്തുണ്ടായിരുന്നില്ല. എല്ലാം അറിഞ്ഞോടിയെത്തുമ്പോൾ മാസങ്ങൾ കഴിഞ്ഞിരുന്നു. നീ എന്താടാ ഇങ്ങനെയായത്? മരണസമയത്ത് നിന്റെ പപ്പ നിന്നെ തിരക്കിയിരുന്നു. അവൻ വന്നാൽ പറയണം ഞാനവൻ്റെ ഒരാഗ്രഹത്തിനും എതിരായിരുന്നില്ലെന്ന്. നവീൻ കരഞ്ഞില്ല. കണ്ണു നനഞ്ഞു പോലുമില്ല. പിന്നീട് ഓർമ്മിച്ചു, താനെന്തിനെ ഇങ്ങനെ നശിക്കുന്നത്? അച്ഛനമ്മമാർക്ക് ഒരേയൊരു മകൻ. അവരോട് തനിക്ക് സ്നേഹമില്ലെന്തോ പോകട്ടെ. മകൻ്റെ കടപ്പാട്, ഇതെല്ലാം വേണ്ടെന്ന് വയ്ക്കുന്നത് അയഥാർത്ഥമായ ഒന്നിനു വേണ്ടിയാണ്. ഐറിഷ് അവളുടെ വഴി സ്വയം തിരഞ്ഞെടുത്തതാണ്. അതിൽ അവൾ സന്തോഷവതിയായിരിക്കും. സമ്പത്തും സ്റ്റാറ്റസും ഒക്കെയുള്ള മാന്യ വനിതയാണ് അവളിന്ന്. അവൾക്ക് വേണ്ടി അല്ല, അവളെ ഓർത്ത് ഒരു മൂടൻ അനുനിമിഷം നശിക്കുകയാണെന്ന് അവൾ അറിയുന്ന പോലുമില്ല. ഒരിക്കലും മടങ്ങി വരാനാവാത്ത വിധം അവളുടെ ജീവിതം ബന്ധിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. താനീ പെരുവഴിയിൽ അഗതിയായി, അശരണനായി ഒറ്റപ്പെട്ടിരിക്കുന്നു. അവളെ മറക്കണം, മറന്നേ തീരൂ. അതോർത്തപ്പോൾ നവീൻ്റെ ഉള്ളു പിടഞ്ഞു. വയ്യ, അവളെ മറക്കാൻ വയ്യ. തങ്ങളറിയാതെ, മറ്റാരും അറിയാതെ തങ്ങളുടെ മനസ്സുകൾ ഒന്നിച്ചതാണ്. അവൾ എവിടെയാണെങ്കിലും താൻ ആ മനസ്സിലുണ്ടാകും.
നവീൻ ധൃതിയിൽ മറച്ചുവെച്ചതെന്തോ തപ്പിയെടുക്കുന്നത് പോലെ ഐറിഷിൻ്റെ ഓർമ്മകൾ വാരിക്കൂട്ടി മനസ്സോട് ചേർത്ത് പുൽകി. നവീൻ. വിവാഹമെന്ന കീറ മുട്ടിയുമായി നവീൻ്റെ മമ്മി പിന്നെയും അവനെ സമീപിച്ചു. നീ ആരെയാണ് കാത്തു നിൽക്കുന്നത്? മനസ്സിലാരെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പറയും. എനിക്ക് പരിപൂർണ സമ്മതം. അങ്ങനെയൊന്നുമില്ല മമ്മി. എന്തോ വിവാഹത്തോട് എനിക്ക് വലിയ താല്പര്യം തോന്നുന്നില്ല. അതെന്താ താല്പര്യമില്ലാത്തത്? നീ എന്താ സന്യസിക്കാൻ പോവാ? സന്യാസം. സന്യസിക്കാൻ പോയ ഒരുവൾക്ക് വേണ്ടി കാത്തിരുന്ന താൻ ഈ നിലയിലായത്. അവൾക്കിപ്പോൾ സന്യാസവുമില്ല, ജീവിതവുമില്ല. വയ്യ. അവൾ എന്തുമാകട്ടെ, തനിക്കിനി ആ വേഷം കെട്ടാൻ വയ്യ. നവീൻ ഓർത്തോർത്ത് നെടുവീർപ്പിട്ടു. ഐറിഷ് ഇപ്പോഴും തന്നെ ഓർക്കുന്നുണ്ടാവുമോ ആവോ, അറിയില്ല. എന്തായാലും താനിപ്പോഴും അവളെ ഓർത്തുകൊണ്ടേയിരിക്കുന്നു. ഓർമ്മയിൽ തന്നെ ജീവിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ജീവിതമെങ്കിൽ അതങ്ങനെ തീരട്ടെ. ഓർക്കുമ്പോൾ തലപ്പെരുകുന്നു. താനൊരു ഉന്മാദിയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഉന്മാദം. സ്വബോധമില്ലാത്ത, ബന്ധങ്ങളില്ലാത്ത പരിത്യാഗത്തിൻ്റെ പുതിയ കഥ. സഹിക്കാനാവുന്നില്ല. പെട്ടെന്ന് അലമാര തുറന്ന് മദ്യക്കുപ്പികൾ പലതും പരതി ഒരെണ്ണം പുറത്തെടുത്തു. അത് തിരിച്ചും മറിച്ചു നോക്കി. വേണ്ട എന്ന് മന്ത്രിച്ച് കുപ്പി അലമാരയിലേക്ക് തന്നെ തിരിച്ചു വച്ചു. വേണ്ട, അവൾക്കത് ഇഷ്ടമായില്ല. എന്തെങ്കിലും അവൾ തൻ്റെ ജീവിതത്തിലേക്ക് വന്നാലോ? അന്നൊരു പക്ഷേ ഇപ്പോൾ തുടങ്ങി വയ്ക്കുന്ന ശീലങ്ങളൊന്നും മാറ്റാൻ പറ്റിയെന്ന് വരില്ല. അവൾക്ക് വേണ്ടിയാ താൻ ഇഷ്ടങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചത്. പക്ഷേ അവളോ അക്കരെ പച്ച പോലെ തന്നെ മോഹിപ്പിച്ച് ഒരു വാക്കുപോലും പറയാതെ, ഒരു സൂചന പോലും നൽകാതെ കടന്നു കളഞ്ഞു. കാലം ഓടി മറയുകയാണെന്നൊന്നും അയാൾ അറിയുന്നില്ല. വായനയോ എഴുത്തോ ഒന്നുമില്ല. അയാൾ ഒരു ക്രിയേറ്റീവ് റൈറ്റർ ഒന്നുമല്ലെങ്കിലും നല്ല വായനക്കാരനായിരുന്നു, ആസ്വാദകനും. ജീവിതം വിരസമോ വിഭ്രാമകരമോ എന്താണെന്നൊന്നും അറിയാതെയുള്ള അലച്ചിൽ, കാത്തിരിപ്പാണ് അവൾക്ക് വേണ്ടിയുള്ള ഒരു ധ്യാനം. എപ്പോഴും തൊട്ടടുത്ത് തന്നെ അവൾ ഉണ്ടെന്നൊരു തോന്നൽ. ഒരു സ്വപ്നം പോലെ അവൾ മുന്നിൽ വന്ന് നിൽക്കുമെന്നൊരു പ്രതീക്ഷ. അപ്രതീക്ഷിതമായി അത് സംഭവിച്ചപ്പോൾ അയാൾ അമ്പരപ്പോടെ അവളെ തുറച്ചു നോക്കിക്കൊണ്ടങ്ങനെ നിന്നു. പറയാനും ചോദിക്കാനും അറിയാനുള്ളതെല്ലാം ഒരു മഹാപ്രവാഹം പോലെ കുത്തിയൊലിച്ചു വന്നു. പക്ഷേ നാവു മരവിച്ചു പോയി. അവളെന്തോ പറയുകയും താനെന്തോ സംസാരിക്കുകയും ചെയ്തു. ഒന്നും ഓർമ്മയില്ല. ഇപ്പോൾ ധൃതിയുണ്ട്, നമുക്ക് പിന്നീട് കാണാം. ഓട്ടോറിക്ഷയിൽ കയറിപ്പോകുന്ന ഐറിഷിനെ നോക്കി നവീൻ സ്തബ്ധനായി നിന്നുപോയി. ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയ ഐറിഷിനെ നോക്കി ഹാജിയാർ ചോദിച്ചു. കാർ അയച്ചിരുന്നല്ലോ, കണ്ടില്ലേ? വണ്ടി ലേറ്റായിരുന്നു. ഡ്രൈവറെ കണ്ടില്ല. ഞാൻ ഓട്ടോയിലിങ്ങ് പോന്നു. പറഞ്ഞു തീരും മുമ്പേ ഡ്രൈവർ കാറുമായി വന്നു. മാഡം ഒരാളോട് സംസാരിച്ച് നിൽക്കുന്നത് കണ്ടു. പിന്നെ ധൃതിയിൽ ഓട്ടോയിൽ കയറുന്നത് കണ്ടു, ഡ്രൈവർ പറഞ്ഞു. അവനെൻ്റെ ക്ലാസ്മേറ്റാ, നവീൻ, ഐറിൻ നിസ്സാരമായി പറഞ്ഞു. നവീൻ? ഹാജിയാരുടെ നെറ്റിച്ചുളിഞ്ഞു. അവനെന്താ ഇവിടെ? നിങ്ങൾ ഒരുമിച്ചാണോ വന്നത്? ഹാജിയാർ തുരുത്തിരെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ മുഖം ഇരുളുന്നതും ശബ്ദം കർക്കശമാകുന്നതും ഐറിഷ് മനസ്സിലാക്കി. ഒന്നിച്ച് വന്നതല്ല, ട്രെയിൻ ഇറങ്ങിയപ്പോൾ കണ്ടതാ. ഐറിഷിന് ദേഷ്യം വന്നു. ഇങ്ങോട്ട് ക്ഷണിക്കാറുന്നില്ലേ? ആ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഐറിഷ് അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ക്ഷണിക്കാറുന്നു. ഇനി ഒരിക്കലാകാമെന്ന് വിചാരിച്ചു. ക്ഷണിച്ചോ, പഴയ ചങ്ങാതിയല്ലേ, ക്ഷണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അയാളുടെ പരിഹാസം. വേണ്ട, അങ്ങോട്ട് കിടക്കണ്ട. അയാൾ എൻ്റെ ഫ്രണ്ട് മാത്രമല്ല, എൻ്റെ മമ്മിയുടെ ഫ്രണ്ടിൻ്റെ മകനും കൂടിയാ. പിന്നെ ഞങ്ങൾ എങ്ങനെ പിരിഞ്ഞു പോയെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. അതൊരടഞ്ഞ അധ്യായമാണ്. മനസ്സിലുണ്ടായിരുന്ന മമത മൂടോടെ പറിച്ചെറിഞ്ഞിട്ടാ ഇങ്ങോട്ട് പോകുന്നതെന്ന് അറിയാമല്ലോ. ഐറിഷ് ഉച്ചത്തിലാണ് സംസാരിച്ചത്. തകർന്ന കുടുംബത്തിന് ഊന്നുകൊടുത്ത് താങ്ങി നിർത്തിയപ്പോൾ ഞാൻ ഓർത്തില്ല എന്നെ കെട്ടിവലിച്ചു കൊണ്ടുവന്നത് ഒരു കാരാഗൃഹത്തിലേക്കാണെന്ന്. ഐറിഷ് കരഞ്ഞുപോയി. എന്നോട് കാണിച്ച പ്രേമം, സ്നേഹം, കാരുണ്യം, അതിൻ്റെ ഫലം ഒരു ദുരന്തമായിരിക്കുമെന്ന് ഞാൻ ഓർത്തില്ല, ഐറിഷ് പറഞ്ഞു. അതേടി, ഇത് കാരാഗ്രഹം തന്നെയാ. ഈ കാണുന്ന ബംഗ്ലാവ് ഉണ്ടല്ലോ, ഇതിൻ്റെ ചിലവെത്രയാണെന്ന് അറിയോ നിനക്ക്? 5 കോടിയിൽ അധികം വരും. അതിനു പുറമെ നിൻ്റെ മദറിനും ആങ്ങളമാർക്കും ചെലവിട്ട കോടികൾ വേറെ. പിന്നെയുമുണ്ട് കണക്കുകൾ. ഞാനതൊന്നും പറയുന്നില്ല. നമുക്കിടയിൽ ഒരു കണക്ക് പറിച്ചിൽ വേണ്ടാന്ന് വിചാരിച്ചാ? പറയണം. ആ കണക്കുകളൊക്കെ ഞാനും കൂടി ഒന്ന് അറിയട്ടെ. അറിയണമെന്ന് നിനക്ക് നിർബന്ധമാണോ? ഹാജിയാർ ചോദിച്ചു. അതെ, നിർബന്ധമാണ്. എൻ്റെ വിലയല്ലേ, അതെത്രയാണെന്ന് എനിക്കറിയണമല്ലോ. എങ്കിൽ അങ്ങനെയാവട്ടെ. ഹാജിയാർ ചാടി എഴുന്നേറ്റ് അകത്തേക്ക് പോയി. ഐറിഷ് പിന്നാലെ ചെന്നു. അവൾ അയാളെ തൻ്റെ നേർക്ക് തിരിച്ചു നിർത്തി. നിങ്ങളുടെ കോടികൾ, അപമാനിക്കപ്പെടുന്ന എൻ്റെ സ്ത്രീത്വം, ഒരിക്കലും പുഷ്പിക്കാത്ത എൻ്റെ ഉദരം, പൊതുസമൂഹത്തിൽ നിന്ന് എന്നെ അകറ്റി നിർത്തി നിങ്ങൾ മറച്ചു പിടിക്കുന്ന നമ്മുടെ ബന്ധം. ഞാൻ നിങ്ങൾക്ക് ആരാണ്? ബീവി? അല്ല, സർവൻറ്റോ അതോ കീപ്പോ? കീപ്പ്? അതിന് നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലല്ലോ. ആണും പെണ്ണുമല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പങ്കുപറ്റുന്ന എൻ്റെ വില എത്രയാ? പറയണം. പാഴായിപ്പോയ ഒരു ജന്മമാണ് എൻ്റേത്. പക്ഷേ ഈ സങ്കടങ്ങളൊന്നും എൻ്റെ മനസ്സിലില്ല. കാരണം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. കടപ്പാടിൻ്റെ പേരിലല്ല, ഭാര്യ ആയതുകൊണ്ടുമല്ല. നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയത്. ആ സ്നേഹത്തിന് ഇപ്പോഴും ഉടവ് തട്ടിയിട്ടില്ല. സത്യം. നിനക്ക് സ്നേഹമുണ്ടായിരിക്കാം, പക്ഷേ നീ എപ്പോഴും ഒരു നല്ല മുസ്ലിം സ്ത്രീ ആയിട്ടില്ല. അതാണ് എൻ്റെ പ്രയാസം. നിൻ്റെ വേഷവും തട്ടമിടാനുള്ള മടിയും നിസ്കരിക്കാത്ത നിൻ്റെ പ്രകൃതവും ഒന്നും എനിക്ക് സഹിക്കാൻ വയ്യ സാബിറ.
നിങ്ങൾ എൻ്റെ ഭർത്താവാണ്. പേര് മാറ്റിയതുകൊണ്ട് ഞാൻ ഇസ്ലാം ആവില്ല. നിങ്ങൾ ഈ പറഞ്ഞ വേഷവും നിസ്കാരവും ഒക്കെ പേരിനെങ്കിലും ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിപ്പോഴും നേരും നെറിയുമുള്ള ഒരു ക്രിസ്ത്യാനി പെണ്ണാണ്. ഞങ്ങൾ നിങ്ങളെപ്പോലെയല്ല. ഒരു പെണ്ണ് ഒരു പുരുഷനെ സ്വീകരിച്ചാൽ അവർ മരണം വരെ പിരിയില്ല. അത് സത്യമായ ഞങ്ങളുടെ സ്വഭാവ വ്യവസ്ഥയാണ്. ഐറിഷ് കിതച്ചുകൊണ്ട് വെറും നിലത്തിരുന്നു. ഹാജിയാർ അവളെ അനുനയിപ്പിച്ചുകൊണ്ട് അവളുടെ അടുത്ത് വന്നിരുന്നു. ഞാൻ തമാശ പറഞ്ഞതാണ് സാബി, നിന്നെ എനിക്കറിയാമല്ലോ. അയാൾ അവളെ ചേർത്ത് പിടിച്ച് കവിളിൽ ചുംബിച്ചു. ഐറിഷ് അയാളുടെ പിടിവിട്ട് അകത്തേക്ക് കയറിപ്പോയി. മരുന്നിൻ്റെ ഒരു കവറുമായി തിരിച്ചു വന്നു. നീ പോയിട്ട് 4 ദിവസമായില്ലേ? മരുന്ന് ഗുളികയൊക്കെ താളം തെറ്റി. എനിക്ക് ദേഷ്യം വരില്ലേ? മമ്മിയെ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കല്ലേ? കൂടെ നിൽക്കാൻ ഞാനില്ലാതെ മറ്റാരാ? ഒരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയിട്ടാണ് ഞാനിങ്ങ് പോകുന്നത്. ഇവിടെ ഒറ്റയ്ക്കല്ലേ എന്ന് കരുതി. നീ വന്നത് നന്നായി. എനിക്ക് തറവാട്ടിലേക്കൊന്ന് പോകണം. ഹാജിയാർ പറഞ്ഞത് കേട്ട് ഐറിഷ് ചോദിച്ചു. തറവാട്ടിലേക്കോ? എന്തിന്? അവിടെ ആരെ കാണാനാ? ഇളയവൻ വന്നിട്ടുണ്ട്. അവനോട് കുറച്ച് പണം വാങ്ങണം. ഓ, അസീസല്ലേ? ബാപ്പയുടെ 2ാം വീട്ടിൽ വ്യഭിചാരിയാണെന്ന് പറഞ്ഞു നടക്കുന്നവൻ. പണം കിട്ടിയത് തന്നെ. കയ്യിലുള്ളതൊക്കെ ഒന്നൊന്നായി എഴുതി കൊടുക്കുമ്പോൾ ഓർക്കണമായിരുന്നു. ഓർക്കാഞ്ഞിട്ടല്ല സാബിറ. നുണ, പേരും നുണ. നിങ്ങൾ വിചാരിച്ചു ഞാൻ നിങ്ങളുടെ സമ്പത്തെല്ലാം കൈക്കലാക്കി കടന്നു കളയുമെന്ന്. നിങ്ങളുടെ മക്കളും കുറേ ചങ്ങാതിമാരൊക്കെ നിങ്ങളെ ഗുണദോഷിച്ചു കാണും. അതുകൊണ്ടാണ് നിങ്ങൾ. ഐറിഷ് ഏങ്ങലടിച്ചു. അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ, ഹാജിയാർ പറഞ്ഞു. പിന്നെ എവിടെ നിങ്ങളുടെ ബാങ്ക് ബാലൻസ്, ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, പലയിടത്തും വാങ്ങിയിട്ടിരുന്ന ഭൂസ്വത്തുക്കൾ? എന്തിന്? കാറും ഈ വീടും എല്ലാം നിങ്ങൾ അവർക്ക് വീതിച്ചു നൽകി. അവരെ പങ്കുകാരാക്കി. അപ്പോൾ ഞാൻ ആരാ? നിങ്ങളുടെ മേൽ, നിങ്ങളുടെ സമ്പാദ്യത്തിന് മേൽ എനിക്ക് ഒരവകാശവുമില്ലേ? ഐറിഷ് അയാളുടെ ഇരുത്തോളിലും പിടിച്ച് ശക്തിയായി കുലുക്കി. നിങ്ങളൊരു കള്ളനാ, ചതിയൻ. ഐറിഷ് ഉച്ചത്തിലാണ് സംസാരിച്ചത്. സാബിറ, ഹാജിയാർ ഉച്ചത്തിൽ വിളിച്ചു. അലറണ്ട നിങ്ങൾ. നിങ്ങളെ എനിക്ക് മനസ്സിലായി. വഞ്ചകൻ. എന്തു വഞ്ചന? ഞാൻ നിന്നെ വഞ്ചിച്ചെന്നോ? എങ്ങനെ? നിന്റെ കുട്ടിക്കാലം മുതൽ നീ ഒരു ഹൂറിയെ പോലെ എൻ്റെ കൽബിൽ വന്നു കയറി. വേണ്ട വേണ്ട എന്ന് ഞാൻ പലവട്ടം തീരുമാനിച്ചു. പക്ഷേ പഠിച്ചവനാണേ, എനിക്ക് നിന്നെ വേണ്ടെന്ന് വയ്ക്കാൻ പറ്റിയില്ല. നിന്റെ വഴി കർത്താവിലേക്കാണെന്ന് അറിഞ്ഞപ്പോൾ ഞാനാകെ തകർന്നു പോയി. നിയന്ത്രിക്കാനായില്ല. നീ ഇല്ലാതെ വന്നാൽ ഞാൻ മയ്യത്തായി പോകുമെന്ന് തോന്നി. സത്യം അതാണ്. ഹാജിയാർ ഒരു കുഞ്ഞിനെ പോലെ കരയാൻ തുടങ്ങി. വളരെ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അയാൾ തുടർന്നു. ദീർഘകാലമായി കിടപ്പിലായിരുന്ന എൻ്റെ ഭാര്യ, മരിക്കണേ എന്നാഗ്രഹിച്ച ഭർത്താവാണ് ഞാൻ. പക്ഷേ അവളുടെ രോഗാവസ്ഥ നീണ്ടുപോയപ്പോൾ ഞാൻ പരിഭ്രമിച്ചു. നീ മഠത്തിൽ ചേരുമെന്ന് ഭയന്നു. അതുകൊണ്ട് തന്നെ ഭാര്യയുടെ മരണത്തിന് മുൻപ് തന്നെ നിന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. വിവരമറിഞ്ഞ മക്കളെല്ലാം എതിർത്തു. ആ സാഹചര്യത്തിൽ അവർ വച്ച ഡിമാൻഡാ എനിക്കുള്ളതെല്ലാം അവർക്ക് എഴുതി കൊടുക്കണമെന്ന്. കൊടുത്തു. കാരണം സ്വത്തിനേക്കാൾ എനിക്ക് വലുത് നീയായിരുന്നു. നീ മാത്രം. അതൊക്കെ നേരായിരിക്കും. പക്ഷേ പിന്നീട് നിങ്ങൾ സമ്പാദിച്ചല്ലോ. ബാങ്ക് ബാലൻസ്, സ്ഥിര നിക്ഷേപങ്ങൾ, ബിസിനസ് പാർട്ട്ണർഷിപ്പ്. ഞാൻ അറിയാതെ ഒരെണ്ണ പോലും ബാക്കി വയ്ക്കാതെ നിങ്ങൾ അവർക്ക് കൊടുത്തു. അതൊന്നും എൻ്റെ സമ്മതത്തോടെ ആയിരുന്നില്ല. അക്കൗണ്ടൻറ്റ് ഒപ്പിടാൻ കൊണ്ടുവന്ന ഓഫീസ് ഫയലുകൾക്കൊപ്പം പണം സംബന്ധമായ എൻ്റെ അവകാശങ്ങളും അവർ ഒപ്പിട്ട് വാങ്ങിയതാ സത്യം. എങ്കിൽ അതൊക്കെ തിരിച്ചു പിടിക്കാൻ നമുക്ക് കേസ് കൊടുക്കാം. വൃദ്ധനായ നിങ്ങളുടെ മറവിയെ മുതലെടുത്ത് അവർ ചതിച്ചു. വാങ്ങിയതെല്ലാം തിരിച്ചു പിടിക്കാൻ നിയമമുണ്ടല്ലോ. ഐറിഷ് പ്രതീക്ഷയോടെ ഹാജിയാറെ നോക്കി. ഞാനൊരു വക്കീലിനെ കാണട്ടെ, അവൾ ചോദിച്ചു. ഹാജിയാർ നടുങ്ങി. അതൊന്നും വേണ്ട. എൻ്റെ മക്കൾക്കെതിരെ കേസും കോടതിയും ഒന്നും വേണ്ട. ഞാൻ അവരോട് പണം ചോദിച്ചു വാങ്ങാം. നമുക്ക് ജീവിക്കേണ്ട പൊന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് മാർഗമില്ലാതെ അമ്പരന്ന് നിൽക്കുകയാണ് ഞാൻ. വീട്ടിലെ പണിക്കാരെ ഒഴിവാക്കി. 1 2 ട്യൂബ് ഒഴിച്ച് വീട്ടിൽ വെളിച്ചമില്ല. വൈകുന്നേരം പുറത്തേക്ക് പോകാൻ ഒരു റിക്ഷ വിളിക്കാൻ പണമില്ല. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മസാല ദോശ വാങ്ങിത്തരാൻ എനിക്ക് കഴിയില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും പൊന്നു? നമുക്ക് വല്ല അനാഥാലയത്തിലും അഭയം പ്രാപിച്ചാലോ? ഐറിഷ് ആംഗിലടിച്ച് കരയാൻ തുടങ്ങി. എനിക്കെല്ലാം അറിയാം. നീ വിഷമിക്കരുത്. ഞാൻ അവരോട് പണം ചോദിച്ചു വാങ്ങാം. അതിനാണ് ഞാനിപ്പോൾ പോകുന്നത്. ഹാജിയാർ അവളെ സാന്ത്വനിപ്പിച്ചു. അവർക്കിടയിൽ മൗനം കനത്തു. ഐറിഷിൻ്റെ തേങ്ങൽ മാത്രം ബാക്കിയായി. അപ്പോൾ കാലവർഷത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് ഇടി മുഴങ്ങി. പ്രകൃതി ഇരുണ്ടു. കാറ്റ് ശക്തിയായി വീശാൻ തുടങ്ങി. ഹലോ, ദേവുട്ടി മാഡമല്ലേ? മഴ തകർത്ത് പെയ്തുകൊണ്ടിരുന്ന ഒരു ഉച്ചയ്ക്കാണ് ഐറിഷ് ദേവുട്ടിയെ വിളിച്ചത്. അതെ. എന്താ സാബിറ? സോറി, സാബിറയോ ഐറിഷോ? ഞാൻ എന്ത് പേര് വിളിക്കണം? മാഡത്തിന് എന്നെ ഏത് പേര് വേണമെങ്കിലും വിളിക്കാം. അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യമല്ല, സമ്മതമാണ് ചോദിച്ചത്. ഐറിഷ്, ആ പേരാണ് എനിക്കിഷ്ടം. എങ്കിൽ ശരി. എന്നെ വിളിച്ചത് എന്തിനാ? ഞാൻ വിചാരിച്ചു എന്നെ മറന്നു കാണുമെന്ന്. മറക്കാനോ? ഓർക്കാൻ അധികമാരുമില്ലാത്ത എനിക്ക് ഓർക്കാൻ ഒരാളുണ്ടായതെൻ്റെ ഭാഗ്യം കൊണ്ടാണ്. എനിക്കൊന്ന് കാണണം. വളരെ അത്യാവശ്യമാണ്. കാണാം. ഞാനിപ്പോൾ സ്ഥലത്തില്ല. ചില മീറ്റിങ്ങുകൾ. തിരിച്ചെത്തിയാലുടൻ കാണാം. ശരി, അത്യാവശ്യമായി കണ്ടേ തീരൂ. ഞാൻ എത്തിയാലുടനെ ഐറിഷിനെ വിളിക്കാം. ദേവുട്ടി ഒരു പെരുമഴയത്താണ് ഐറിഷിൻ്റെ വീട്ടിലെത്തിയത്. അവൾ തൻ്റെ ഭൂതകാലത്തിലൂടെ നടന്ന് പൊള്ളുന്ന വർത്തമാനകാലത്തിൻ്റെ തീച്ചൂളയിൽ വെന്ത് ദേവുട്ടിയുടെ തോളിലേക്ക് ചാഞ്ഞു. ഒരിറക്കു കഞ്ഞിക്ക് വകയില്ലാതെ കണ്ണീര് പറ്റിയ മുഖവുമായി നിസ്സഹായിയായി നിൽക്കുന്ന ഹാജിയാരുടെ ദുർഗതിയോർത്ത്
കരയുന്ന ഐറിഷിനോട് ദേവുട്ടി പറഞ്ഞു. കരഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമുക്കൊരു സൊല്യൂഷനാണ് ആവശ്യം. അതിന് 2 വഴികളുണ്ട്. 1 മധ്യസ്ഥന്മാർ, 2 നിയമം. രണ്ടിനും ഹാജിയാരുടെ സഹകരണം വേണം. ഇത് രണ്ടും നടക്കില്ല മാഡം. അദ്ദേഹത്തിന് തൻ്റെ മക്കളോട് വലിയ സ്നേഹമാണ്. അവരെ വിഷമിപ്പിക്കുന്നതൊന്നും അയാൾ ചെയ്യില്ല. ദേവുട്ടി അല്പനേരം മിണ്ടാതിരുന്നു. എന്നിട്ട് ഐറിഷിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു, എങ്കിൽ പിന്നെ ഐറിഷിന് ഏതെങ്കിലും മഹിളാ സംഘടനകളെ സമീപിച്ചുകൂടെ? ഐറിഷ് അവരുടെ സഹായം അഭ്യർത്ഥിച്ച് ഒരു കത്ത് കൊടുത്താൽ അവരേറ്റെടുക്കും. പ്രശ്നം പരിഹാരമുണ്ടാകും. മാഡം പറയുന്നത് ശരിയാ, പക്ഷേ എനിക്കതിന് കഴിയില്ല. കാരണം എന്നേക്കാൾ 50 വയസ്സ് കൂടിയ ഒരു അന്യമതസ്ഥനെ ഞാൻ സ്വീകരിച്ചത് അദ്ദേഹത്തിൻ്റെ പണം മോഹിച്ചിട്ടാണ് എന്നൊരു ആക്ഷേപം അദ്ദേഹത്തിൻ്റെ മക്കൾ പറഞ്ഞു പരത്തിയിട്ടുണ്ട്. ഭാര്യ ജീവിച്ചിരിക്കെ ഞാൻ അയാളുടെ ഭാര്യയായി വന്നു എന്ന നിയമപ്രശ്നവുമുണ്ട്. മാത്രമല്ല, ഇത് ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള ഒരു കുടുംബ പ്രശ്നമാണ്. അത് തെരുവിലേക്ക് വലിച്ചു വയ്ക്കാൻ എൻ്റെ ആത്മാഭിമാനം അനുവദിക്കുന്നില്ല. എങ്കിൽ ഞാൻ അദ്ദേഹത്തോടൊന്ന് സംസാരിക്കാം. ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. മാഡത്തിന് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും. അതനുസരിച്ചാണ് ദേവുട്ടി ഹാജിയാരോട് സംസാരിച്ചത്. ഐറിഷിൻ്റെ പ്രശ്നം ഒരു സാമൂഹ്യ വിഷയമാണ്. എത്രയോ സ്ത്രീകൾ ഇത്തരത്തിൽ അകപ്പെട്ടു പോകുന്നു. സ്വന്തം മാതാപിതാക്കളെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞും അനാഥാലയത്തിലേക്ക് തള്ളിവിട്ടും വീട്ടകലങ്ങളിൽ കൊന്നും കൊല്ലാക്കൊല ചെയ്തും ജീവിപ്പിച്ചും സമൂഹത്തെ വെല്ലുവിളിച്ചും ലജ്ജിപ്പിച്ചും മാന്യതയുടെ മുഖംമൂടിയിൽ ജീവിക്കുന്ന സന്തതികൾ. പെൺമക്കളെ ചില്ലിക്കാശിന് ലൈംഗിക വിപണിയിൽ ഒരുക്കി നിർത്തുന്ന അമ്മമാർ, ഭർത്താക്കന്മാർ, ബന്ധുമിത്രാദികൾ. സ്ത്രീധന ചുടലയിൽ ചുട്ടരിച്ചും തെരുവോരങ്ങളിൽ വിലപേശിയും പെൺകുലം മുടിയുന്ന കെട്ടകാലത്തിൻ്റെ പ്രതിനിധിയായി താങ്കൾ മാറരുത്. പല കാരണങ്ങൾ പറഞ്ഞ് പെണ്ണിനെ വെറുത്ത് അവളുടെ ജീവിതം തന്നെ നരകമാക്കരുത്. ദേവുട്ടി ഉദാഹരണങ്ങൾ വെച്ച് കാര്യങ്ങൾ ഹാജിയാരെ ധരിപ്പിച്ചു. വിദ്യാഭ്യാസമുള്ളവൾ, ഉയർന്ന ഉണ്ടായിരുന്നവൾ, ആത്മീയതയുടെ വഴി തിരഞ്ഞെടുത്തവൾ. അവൾ താങ്കളെ വശീകരിച്ചിട്ടില്ല. നിങ്ങൾ അവളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിച്ചിഴച്ചതാണ്. അതുകൊണ്ട് അവർക്ക് നിങ്ങളുടെ അന്തസ്സിനൊത്ത് ജീവിക്കാൻ ഒരു വഴി ഉണ്ടാക്കിയേ തീരൂ. ഹാജിയാർ എല്ലാം കേട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ അയാൾ പറഞ്ഞു, അവൾ വലിയ ധാരാളിയാ, ധൂർത്ത്. ഞാൻ പേടിച്ചുപോയി. ഞാൻ സമ്പാദിച്ചതെല്ലാം അവൾ കണ്ടവർക്ക് ദാനം ചെയ്തും കമ്പോളത്തിൽ കൊണ്ട് തുലച്ചും എന്നെ പാപ്പരാക്കുമെന്ന് ഞാൻ ഭയന്നു. അതുകൊണ്ടാണ് ഞാനെല്ലാം മക്കൾക്ക് കൊടുത്തത്. ഹാജിയാർ ഓരോ വാക്കും സൂക്ഷിച്ചാണ് സംസാരിച്ചത്. ലാഭേച്ഛയുള്ള കച്ചവടക്കാരൻ്റെ കരുതലോടെ അയാൾ തുടർന്നു. വെറും കൈയോടെ മരുഭൂമിയിലെത്തിയ ഞാൻ ഓരോ തുട്ടും കൂട്ടിവെച്ചിട്ടാ ഇക്കാണുന്ന സ്വത്തെല്ലാം ഉണ്ടാക്കിയത്. അവളുടെ ധൂർത്ത് പോകട്ടെ. അവളുടെ ആങ്ങളമാരെ പടച്ചോനെ എത്ര കൊടുത്താലും പിന്നെയും കൈനീട്ടുന്നറ്റങ്ങളെ സഹിക്കാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് എല്ലാം ശരിയാകും. ഞാൻ മക്കളോട് പറഞ്ഞ് ശരിയാക്കും. ദേവുട്ടി പലവട്ടം ഐറിഷിൻ്റെ ആവശ്യങ്ങൾ അറിയിച്ചും ഹാജിയാർ തൻ്റെ പതിവ് പല്ലവി ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ ദേവുട്ടി ഐറിഷിനെ ഉപദേശിച്ചു, ചെലവിന് കിട്ടാനെങ്കിലും ഒരു കേസ് ഫയൽ ചെയ്തൂടെ ഐറിഷ്? അതുകൊണ്ട് കാര്യമില്ല മാഡം. അദ്ദേഹം എനിക്ക് തന്നെന്ന് പറയുന്ന ഈ പടുക്കൂറ്റൻ ബംഗ്ലാവ് എൻ്റെ മരണം വരെ എനിക്ക് താമസിക്കാൻ മാത്രം. അധികാരപ്പെടുത്തുന്ന ഈ അടുപ്പ്. എനിക്ക് മക്കളില്ല. അങ്ങനെയുള്ള എനിക്ക് ഏറിയാൽ ചെലവ് കാശ് വിധിക്കുമായിരിക്കും. അതിനപ്പുറത്തൊന്നുമില്ല. പ്രഗത്ഭരായ വക്കീലന്മാരുടെ അഭിപ്രായം അതാണ്. ഒരവസാന ശ്രമം. ഞാൻ ഹാജിയാരുടെ മക്കളെ കണ്ടു നോക്കട്ടെ. എനിക്ക് വേണ്ടി സംസാരിക്കാൻ മറ്റാരുമില്ല മാഡം. പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും ഐറിഷിൻ്റെ അഭിപ്രായം അതായിരുന്നു. ദേവുട്ടി ഹാജിയാരുടെ ഹോട്ടലിൽ വെച്ചാണ് മക്കളിൽ ഇളയവനെ കണ്ടത്. ആ നസ്രാണിച്ചി ഞങ്ങളുടെ ബാപ്പാനെ വല വീശി പിടിച്ചതാ. അവൾക്ക് പല പുരുഷന്മാരുമായി ബന്ധമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ടൂറാ. ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്. അസീസ് പറഞ്ഞ് തീരും മുമ്പേ ദേവുട്ടി പൊട്ടിത്തെറിച്ചു. നിർത്ത്. ആ സ്ത്രീ നിങ്ങളുടെ ബാപ്പയുടെ ഭാര്യയാണ്. അതായത് നിങ്ങളുടെ ഉമ്മയുടെ സ്ഥാനത്തുള്ളവൾ. സ്ത്രീയുടെ സ്വഭാവശുദ്ധിയെ അവഹേളിക്കുന്നത് പുരുഷവർഗത്തിൻ്റെ സ്വഭാവമാണ്. അതെനിക്ക് കേൾക്കണ്ടെങ്കിൽ വേണ്ട, അസീസ് പറഞ്ഞു. ഞാൻ വന്നത് ആ സ്ത്രീയുടെ പരാതി ലഭിച്ചിട്ടാ. അവൾക്കും നിങ്ങളുടെ ബാപ്പയ്ക്കും ജീവിക്കാൻ പണം വേണം. അത് കൊടുക്കുമോയെന്നറിയണം. നിങ്ങളുടെ സൗജന്യമല്ല, അയാൾ സമ്പാദിച്ച പണം. വാർദ്ധക്യകാലത്ത് ഒരിറക്ക് കഞ്ഞി കുടിക്കാൻ വകയില്ലാതെ ആ സ്ത്രീയുടെ ഔദാര്യത്തിൽ കഴിയുന്ന നിങ്ങളുടെ ബാപ്പയ്ക്ക് പണം കൊടുക്കാൻ പറ്റുമോയെന്നറിയണം. തൽക്കാലം പറ്റില്ല. ഞങ്ങളുടെ ബാപ്പനെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ആ നസ്രാണിച്ചയ്ക്ക് ദൂർത്തടിക്കാൻ ഞങ്ങൾ പണം കൊടുക്കില്ല, അസീസ് തറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ അയാളുടെ ഭാര്യയുടെ സേവനം നൽകാൻ നിങ്ങൾ ആരെ ചുമതലപ്പെടുത്തും? ദേവുട്ടി ചോദിച്ചു. അസീസ് മറുപടി പറഞ്ഞില്ല. അസീസേ, ഇതിന് മറുപടി ഞാൻ പറയണോ? പറയണം. നിങ്ങളുടെ മറുപടി ഞങ്ങൾക്ക് വേണം. എടോ, തൻ്റെ മൂത്ത ജ്യേഷ്ഠനിലെ ഐറിഷിൻ്റെ ബാപ്പയാവാൻ പ്രായമുള്ള ആ മുതൽ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ പെൺകുട്ടികൾക്ക് നിങ്ങൾ കൊടുത്ത കോമ്പൻസേഷൻ എത്രയാണ്? പറയടോ. ഞാൻ പറയാം. 9 കോടി. അതിൻ്റെ 10 കൊടുത്തൂടെ തൻ്റെ ബാപ്പയുടെ അഭിസാരികയായ ബീഡർക്ക്? കോടി കൊടുത്തില്ലെങ്കിൽ പോസ്കോ കോടതി തൻ്റെ മൂത്തനെ പിടിച്ച് തുറുങ്കിലിട്ടേനെ. എന്തേ ഈ തോന്നിയാസം ചെയ്യുമ്പോൾ അയാൾക്ക് ഭാര്യ ഉണ്ടായിരുന്നില്ലേ? അതിനേക്കാൾ മോശമാണോ ഐറിഷ്? പറയടോ. നിങ്ങളെന്നെ ചോദ്യം ചെയ്യുന്നോ ഹമുക്കെ? അസീസ് ചാടി എണീറ്റു. ഹമുക്ക്, ആ പേര് എനിക്ക് ചേരില്ല. നിനക്കും സഹോദരങ്ങൾക്കും മാത്രം ചേരുന്ന പേരാണത്.
സ്വന്തം തന്തയുടെ സമ്പാദ്യമെല്ലാം പിടിച്ചു പറിച്ചിട്ട് പെരുവഴിയിലേക്ക് വലിച്ചെറിഞ്ഞ അന്തസ് കെട്ട മക്കൾ. ഹോ, തോന്നിയസം പറഞ്ഞാൽ നിങ്ങളെ ഞാൻ പിടിച്ച് പോലീസിലേൽപ്പിക്കും. വിരട്ടാതെ സിസേ, ഞാൻ നിൻ്റെ ഹോട്ടലിൽ നിൻ്റെ മുറിയിലാണ് ഇരിക്കുന്നത്. നീ പോലീസിനെ വിളിക്ക്. ഞാൻ നിന്നെപ്പോലെ പാതാളത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ചെകുത്താനല്ല. നാട്ടിലെ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു സാധാരണക്കാരിയാണ്. അത് നീ ഓർത്തോ? ആ, ഓർത്തോളാം. നിങ്ങൾ ചലിക്കാണ്ട് പോ. ആ, ഞാൻ പോകുന്നു. ഒരു കാര്യം നീ ഓർത്തോ, മാനമര്യാദയ്ക്ക് ജീവിച്ചു വന്ന ഒരു സാധു സ്ത്രീയെ, അത് മറ്റൊരു മതക്കാരിയെ നിൻ്റെ ബാപ്പ വിലയ്ക്ക് വാങ്ങി അടിമയാക്കി അവളുടെ സ്ത്രീത്വത്തെ ചവിട്ടി മെതിച്ചു, അപമാനിച്ചു. എന്നിട്ടിപ്പോൾ ബാപ്പയും മക്കളും കൂടി നാടകം കളിക്കുന്നു. അതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും, ഓർത്തോ. ദേവുട്ടി വാതിൽ വലിച്ചു തുറന്ന് പുറത്തേക്കിറങ്ങി. തെരുവൊഴിഞ്ഞിരിക്കുന്നു. തൊട്ടടുത്ത കപ്പേളയിൽ കണ്ണു ചിമ്മാതെ നിന്നെരിയുന്ന മെഴുകുതിരികൾ. ആകാശം മേഘാവൃതമാണ്. 3 പ്രധാന റോഡുകൾ സന്ധിക്കുന്ന ജംഗ്ഷനിൽ വിളക്കുകാലിൻ്റെ മറപ്പറ്റി തെരുവ് സ്ത്രീകൾ. ഓ, തെരുവ് സ്ത്രീകൾ. ഏറിഷിനെ പറ്റിയും അസിസ് അതാണല്ലോ പറഞ്ഞത്. തെരുവിൽ റോന്ത് ചുറ്റുന്ന പോലീസ് വണ്ടി ദേവുട്ടിക്കരികിൽ പെട്ടെന്ന് നിന്നു. എന്താ മാഡം ഈ സമയത്ത് ഒറ്റയ്ക്ക്? ഇവിടെ ഒരാളെ കാണാനുണ്ടായിരുന്നു. സംസാരിച്ചിരുന്നു, വൈകി. തിരിച്ചു പോകാൻ? പോലീസുകാരൻ്റെ ചോദ്യം. ഓ, സാരമില്ല, ഓട്ടോ കിട്ടും. 1 സെക്കൻഡ്. പോലീസുകാരൻ ഇറങ്ങി. തൊട്ടടുത്ത് കണ്ട ഒരു ഓട്ടോ കൈകാട്ടി വിളിച്ചു. മാഡത്തിനെ വീട്ടിൽ കൊണ്ടുവിടണം. ആ സാർ. കയറു മാഡം. ഇതേ ഓട്ടോറിക്ഷക്കാരനോട് 2 മിനിറ്റ് മുമ്പ് ഞാൻ ചോദിച്ചതാ, ഓട്ടോ പോവോ? ഇല്ല, വെയിറ്റിങ്ങിലാ. ആ മനുഷ്യനാണ് തന്നോട് അഭ്യർത്ഥിക്കുന്നു. കയറു മാഡം. നിങ്ങൾ വെയിറ്റിങ്ങിലാണെന്നല്ലേ പറഞ്ഞത്? അയാൾ മറുപടി പറഞ്ഞില്ല. അരമണിക്കൂർ കൊണ്ട് ഓട്ടോ വീട്ടുപടിക്കലെത്തി. എത്രയായി? ദേവുട്ടി ചോദിച്ചു. വേണ്ട മാഡം, പണം വേണ്ട. അതെന്താ, നിങ്ങൾ ഓട്ടോ ഓടിക്കുന്നത് സൗജന്യത്തിനാണോ? അല്ല മാഡം, പോലീസിൻ്റെ ആളല്ലേ? ദേവുട്ടി ചിരിച്ചു. ഹേ മനുഷ്യ, ഞാൻ പോലീസിൻ്റെ ആളൊന്നുമല്ല, ഒരു സാധാരണ യാത്രക്കാരി. ആ സമയത്ത് എന്നെ അവിടെ തനിച്ച് കണ്ടപ്പോൾ പോലീസ് എന്നെ സഹായിച്ചതാ. ദാ കാശ് എത്രയായെന്ന് വെച്ചാൽ എടുത്തോ. ദേവുട്ടി കൊടുത്ത നോട്ട് വാങ്ങി ചില്ലറ അയാൾ തിരിച്ചു നീട്ടി. വേണ്ട, അത് താൻ വച്ചോ, രാത്രി ഓട്ടമല്ലേ. ഓട്ടോ നീങ്ങിയപ്പോൾ ദേവുട്ടി നാട്ടുവെളിച്ചം പരന്നു കിടക്കുന്ന മുറ്റത്തുകൂടെ വീടിൻ്റെ വരാതിലേക്ക് കയറി. അപ്പോൾ തൊട്ടടുത്ത ഓട്ട് കമ്പനിയിൽ നിന്ന് 12ൻ്റെ സൈറൺ മുഴങ്ങി. അസിസിൻ്റെ ഭത്സനം കരിങ്കൽ ചീളുപോലെ ദേവുട്ടിയുടെ നെഞ്ചിൽ കിടന്നു നീറി. ഐറിഷ് കോടതി വിധി എന്തുമാകട്ടെ, നീയൊരു കേസ് കൊടുക്ക്, അല്ലെങ്കിൽ ആ വീട് വിറ്റ് കളയൂ. 4-5 കോടി കിട്ടുമെന്നല്ലേ പറയുന്നത്? 1-2 കോടി മുടക്കി മറ്റൊരു വീട് വാങ്ങ്. ബാക്കി കൊണ്ട് ഏതെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാം, അല്ലെങ്കിൽ ബാങ്കിലിടാം. പലിശ കിട്ടുമല്ലോ. ദേവുട്ടി ഗുണദോഷിച്ചു. അല്പനേരത്തേക്ക് ഐറിഷ് നിശബ്ദയായി. പിന്നീട് സാവധാനം പറഞ്ഞു. അത് പറ്റില്ല മാഡം. വീട് ഞങ്ങളുടെ 2 പേരുടെയും കൂടി പേരില്ല. അദ്ദേഹത്തിൻ്റെ മരണശേഷം എനിക്കിവിടെ താമസിക്കാം. എൻ്റെ മരണം വരെയോ, ഞാൻ പുനർവിവാഹം കഴിക്കുന്നെങ്കിൽ അതുവരെയോ മാത്രം. അതിനുശേഷം ഇതിൻ്റെ അവകാശം അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു മകൾക്ക് എഴുതി വച്ചിരിക്കുക. ഇപ്പോൾ ഞങ്ങൾ 2 ആളും വിചാരിച്ചാലും വിൽക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് മക്കളില്ലല്ലോ. അനന്തരാവകാശികളായി അദ്ദേഹത്തിനല്ലേ മക്കളുള്ളത്. ഐറിഷിൻ്റെ തൊണ്ടയിടറി. എന്തൊരു ചതിയാണിത്. വിവാഹത്തിന് മുൻപ് തനിക്ക് എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടാക്കാമായിരുന്നില്ല ഐറിഷ്? വിവാഹം? എന്ത് വിവാഹം? സ്വന്തം ഭാര്യ ജീവിച്ചിരിക്കെ മറ്റൊരു വിവാഹം. തർബിയത്തിൽ നിന്ന് കിട്ടിയ ഒരു കടലാസ് തുണ്ട്. അതിനപ്പുറം എന്ത് വിവാഹം? അദ്ദേഹത്തിന് മേൽ എനിക്ക് എന്ത് അധികാരം? ഒന്നുമില്ല, ഒന്നുമില്ല മാഡം. ഐറിഷ് ആങ്ങലടിച്ചു. എങ്കിൽ പിന്നെ താൻ എന്തിനിവിടെ കെട്ടിക്കിടക്കുന്നു? തൻ്റെ വഴി നോക്കി പോയിക്കൂടെ? പോയി മറ്റൊരു പുരുഷനെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കേ. ദേവുട്ടിയുടെ വാക്കുകൾ വീണ് ഐറിഷിൻ്റെ ഉള്ളുപൊള്ളി. പറയാൻ എന്തെളുപ്പം. ദീപ്തമായൊരു പ്രണയം വലിച്ചെറിഞ്ഞവൾ, ദിവ്യമായ സന്യാസ ജീവിതം പാടെ ത്യജിച്ചവൾ. സമ്പത്ത് കണ്ടിട്ടല്ല, കടപ്പാട് ബാധ്യതയായി തീർന്നപ്പോൾ പ്രണയത്തിൻ്റെ പട്ടുറുമാൽ നീട്ടി വ്യാമോഹത്തിൻ്റെ കുരുക്കിൽപ്പെടുത്തി കബളിപ്പിക്കപ്പെട്ടെന്ന് തിരിച്ചറിവ് ഒരു നടുക്കമായിരുന്നു. തീക്ഷ്ണമായ യൗവനം ഒരു പളുങ്കുപാത്രം പോലെ വീണുടഞ്ഞ ആദ്യ രാത്രി. തൻ്റെ ജോലി വലിച്ചെറിയാൻ പ്രേരിപ്പിച്ച അയാളുടെ പ്രലോഭനം. തൻ്റെ ഓഫീസ് മാനേജറായാൽ ലഭിക്കാൻ പോകുന്ന 6 അക്കമുള്ള പ്രതിമാസ ശമ്പളം. ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ്. വാരിക്കോരി ചെലവിടാൻ കൈയച്ചു നൽകിയ സാമ്പത്തിക സ്വാതന്ത്ര്യം. കയ്യിലുണ്ടായിരുന്ന ജോലിയും ഓഫീസ് മാനേജറുടെ പദവിയും നഷ്ടപ്പെടുത്തി വീട്ടിലിരിക്കാൻ കൽപ്പിച്ചപ്പോഴും തന്നു വാഗ്ദാനം. പ്രതിമാസം 1 ലക്ഷം രൂപ നിൻ്റെ അക്കൗണ്ടിലിട്ട് തരും. വാഗ്ദാനം. കബളിപ്പിക്കൽ തുടർന്ന് ഒരണ പോലും അക്കൗണ്ടിലെത്തിയില്ല. പിന്നീട് പറഞ്ഞു, നിനക്ക് ഞാനില്ലേ? എൻ്റെ സമ്പാദ്യത്തിൽ നിനക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്. ഞാൻ മരിച്ചാലും നിനക്കത് ലഭിക്കും. എല്ലാം പൊള്ളയായിരുന്നു. എൻ്റെ സ്നേഹവും വിശ്വാസവും എല്ലാം അദ്ദേഹം മുതലെടുത്തു. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്. തൻ്റെ പരിമിതികൾ അറിയാവുന്ന അദ്ദേഹം എന്തിനെന്നെ ചതിച്ചു? എന്തിനാണ് എന്നെ അയാളുടെ ജീവിതവുമായി കൂട്ടിയിണക്കിയത്? എൻ്റെ യൗവനവും എൻ്റെ ശരീരവും അദ്ദേഹത്തിന് വേണ്ട. എനിക്ക് സമ്പത്തില്ല, ആൾ ബലമില്ല. ഉള്ളവർ തന്നെ അദ്ദേഹത്തിൻ്റെ ആശ്രിതരോ അടിമകളോ ആണ്. പിന്നെന്തിന്? എന്തിന്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മാഡം, എന്തെങ്കിലും ഒരു പോംവഴി പറയൂ. ദേവുട്ടി അവളുടെ തോളിൽ തട്ടി അവളുടെ കണ്ണുനീർ തുടച്ച് കളഞ്ഞുകൊണ്ട് ചോദിച്ചു.
ഞാൻ പറഞ്ഞല്ലോ, ഐറിഷ് എനിക്ക് നേരായ വഴിയെ പറഞ്ഞു തരാൻ പറ്റൂ. അതിന് നീ തയ്യാറുമല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? മാഡം, ഐറിഷ് ദേവുട്ടിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. എൻ്റെ ജീവിതമല്ല പ്രശ്നം. അദ്ദേഹം അവശനാണ്, ഓർമ്മയും കുറഞ്ഞു വരുന്നു. അതാണ് അവർ മുതലെടുക്കുന്നത്. അതിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റും ഐറിഷ്? അദ്ദേഹത്തിൻ്റെ ചികിത്സ, നല്ല ഭക്ഷണം, അത്യാവശ്യം യാത്ര. ഞാൻ അവരുടെ കാല് പിടിക്കാം. അദ്ദേഹത്തിൻ്റെ കാലശേഷം, അദ്ദേഹത്തിൻ്റെ കാലദോഷം. എനിക്കിതൊന്നും വേണ്ട. പോയിക്കോളാം. അതിനവർ സഹായിക്കണം. അതിനുവേണ്ടി അദ്ദേഹം അവരുടെ പേർക്ക് നൽകിയ പവർ ഓഫ് അറ്റോർണി പിൻവലിച്ച് ആ ഹോട്ടൽ അദ്ദേഹത്തിന് തിരിച്ചു നൽകാൻ പറയണം. പ്ലീസ്, പ്ലീസ്, ഞങ്ങളെ സഹായിക്കാൻ പറയണം. ഒഴിഞ്ഞു മാറിയെങ്കിലും ഐറിഷിൻ്റെ കണ്ണീരിന് മുന്നിൽ ദേവുട്ടിക്ക് സമ്മതിക്കേണ്ടി വന്നു. ഞാനൊന്ന് സംസാരിച്ച് നോക്കാം, പക്ഷേ എനിക്കുറപ്പില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. താൻ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കണം. അദ്ദേഹത്തിന് മറവിയുണ്ടെന്ന് തോന്നുന്നു, ഐറിഷ് പറഞ്ഞു. മറവി? അയാൾക്കൊരു മറവിയുമില്ല. എല്ലാം അയാളുടെ അടവാ ദേവുട്ടി. ശരിയായിരിക്കാമെന്നല്ല, ശരിയാണ്. താനൊരു കാര്യം ചെയ്യേ, അയാളെ അയാളുടെ മക്കളുടെ അടുത്തേക്ക് പറഞ്ഞേക്കേ. ദേവുട്ടി അമർഷത്തോടെയാണത് പറഞ്ഞത്. അവരദ്ദേഹത്തെ കൊല്ലും മാഡം, അക്കാര്യം തീർച്ചയാ. അത് കഴിഞ്ഞാൽ പിന്നെ എന്നെ കൂടി തീർത്തു കഴിഞ്ഞാൽ ഈ സ്വത്ത് അവരുടെ കയ്യിലിരിക്കുമല്ലോ. എന്നാൽ പിന്നെ തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞ് ഒരു പരാതിയെങ്കിലും കൊടുത്തൂടെ ഐറിഷ്? അതൊക്കെ വലിയ പൊല്ലാപ്പ. അദ്ദേഹം എന്നെ ചതിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം വിശ്വാസത്തിൻ്റെതാണ്. ഞാനൊരു കന്യാസ്ത്രീ ആയില്ലെങ്കിലും കന്യകയായ ഭാര്യയാണ്. എൻ്റെ ജൈവിക തൃഷ്ണകളെ കടിഞ്ഞാണിടാൻ ഞാൻ ശീലിച്ചു കഴിഞ്ഞു. ഇപ്പോഴെൻ്റെ പ്രശ്നം ഇനി അങ്ങോട്ടുള്ള ജീവിതമാണ്. ഐറിഷ് വീണ്ടും കരയാൻ തുടങ്ങിയപ്പോൾ ദേവുട്ടിക്ക് ദേഷ്യം വന്നു. എൻ്റെ നിർദ്ദേശങ്ങളൊന്നും തനിക്ക് സ്വീകാര്യമല്ല. താനൊരു മിഥ്യാഭിമാനിയാണ്. കാര്യം നടക്കണം, പക്ഷേ ക്രിയാത്മകമായി ഒന്നും ചെയ്യുന്നില്ല. തൽക്കാലം ഞാൻ ഇറങ്ങുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. ദേവുട്ടി ധൃതിയിൽ എഴുന്നേറ്റ് പടിയിറങ്ങി. പതിവ് പോലെ ഐറിഷ് വന്നില്ല. പക്ഷേ അവളുടെ തേങ്ങൽ തൻ്റെ പിന്നാലെ വരുന്നുണ്ടെന്ന് ദേവുട്ടിക്ക് തോന്നി. നവീനെ ഒന്ന് വിളിക്കണമെന്ന് ഐറിഷ് പലവട്ടം തീരുമാനിച്ചു. അയാൾ ഇപ്പോഴും തനിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാവും. അതോ വിവാഹം കഴിച്ചിരിക്കുമോ? കാഴ്ചയിൽ ആകെ പ്രാകൃതനായിരിക്കുന്നു. തൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയൊന്നും അയാൾക്ക് അറിയുന്നുണ്ടാവില്ല. പാവം, ആ പഴയ ഐറിഷിൻ്റെ പുതിയ പിറവിയാണ് ഇതെന്ന് അയാൾ അറിയണം. എല്ലാം പറഞ്ഞ് അയാൾ തന്നെ വെറുക്കണം, മറക്കണം. എങ്കിലേ തനിക്കും സമാധാനം കിട്ടൂ. തമ്മിൽ പിരിഞ്ഞ ശേഷം പുതിയ ജീവിതവുമായുള്ള മൽപ്പിടുത്തത്തിൽ താൻ അയാളെ മറന്നുപോയിരുന്നു. അതുമല്ലെങ്കിൽ ആ ഓർമ്മകൾക്ക് മീതെ പുതിയ ജീവിതത്തിൻ്റെ നിറം കെട്ട് ശൽക്കങ്ങൾ വന്നു പൊതിഞ്ഞിരുന്നു. വീട്ടിലെത്തിയ ശേഷം മനസ്സാകെ കലങ്ങി മറിഞ്ഞ് നവീൻ്റെ കാര്യം തന്നെ വിട്ടുപോയിരുന്നു. ഏതായാലും അടുത്ത ദിവസം അയാളെ വിളിക്കാൻ തീരുമാനിച്ചു. നവീൻ ഐറിഷിനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആകസ്മികമായിട്ടാണല്ലോ കണ്ടുമുട്ടിയത്. എന്തോ ചിലത് പറഞ്ഞതായി ഓർക്കുന്നു. പോകുമ്പോൾ അവൾ തൻ്റെ ഫോൺ നമ്പർ വാങ്ങിയിരുന്നു. ആ വിളിയും കാത്താണ് കഴിഞ്ഞ ഒരാഴ്ചയായി നവീൻ ഈ നഗരത്തിൽ തങ്ങുന്നത്. എന്നും അയാൾ റെയിൽവേ സ്റ്റേഷനിൽ പോകും. ഏതെങ്കിലും ട്രെയിനിൽ കയറാൻ അവൾ വരുന്നുണ്ടോ? ഏതെങ്കിലും ട്രെയിനിൽ നിന്നും അവൾ ഇറങ്ങുന്നുണ്ടോ? അവൾ തന്നെ വിളിക്കും. അവളുടെ നമ്പർ ഗൂഗിൾ പരതി. ഐറിഷ് എന്ന പേരിൽ പല നമ്പറുകളും കിട്ടി. ഐറിഷ് ജോൺ, ഐറിഷ് ലോപ്പസ്, ഐറിഷ് ഈപ്പൻ. എല്ലാ നമ്പറുകളിലേക്കും വിളിച്ചു നോക്കി. ഫലമുണ്ടായിട്ടില്ല. എന്നിട്ടും അപരിചിതമായ ഈ സ്ഥലത്ത് അവൾ വരുമെന്ന പ്രതീക്ഷയിൽ അങ്ങനെ കാത്തിരിക്കുകയാണ്. മൗഢ്യമാണെന്നറിയാം, എന്നാലും അവൾ വരുമെന്നൊരു പ്രതീക്ഷ. വന്നിട്ടെന്തിന്? അവൾക്ക് വേണ്ടി ഒരു ജീവിതം തന്നെ തരിശാക്കി താൻ കാത്തിരിക്കുന്നത് എന്തിന്? പലവട്ടം ആ ചോദ്യം അയാൾ സ്വയം ചോദിച്ചിട്ടുണ്ട്. ഒരിക്കൽ കന്യാസ്ത്രീയാവാനുള്ള അവളുടെ തീരുമാനത്തെപ്പറ്റി പറഞ്ഞത് അയാൾ ഓർക്കുന്നു. കന്യാസ്ത്രീയാവുക എന്നത് ഒരു ജീവിത വ്യവസ്ഥയാണ് നവീൻ. അതിന് മതത്തിൻ്റെ പിൻബലമുണ്ടെന്നേയുള്ളൂ. എന്നാൽ അതിൻ്റെ ഇരകളുടെ ഹൃദയസ്പന്ദനങ്ങളുമായി അതിന് വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. ബഹുഭൂരിപക്ഷം കന്യാസ്ത്രീ വേഷക്കാരും നഷ്ടസ്വപ്നങ്ങളുടെ കുഴിമാടത്തിൽ കിടന്ന് വിലപിക്കുന്നവരാണ്. ഐറിഷ് അത് പറഞ്ഞു ചിരിച്ചപ്പോൾ നവീൻ ചോദിച്ചു, താനും ആ കൂട്ടത്തിൽ പെടുമോ? എൻ്റെ സന്യാസം ഒരു വഴിത്തിരിവാണ്. അറ്റുപോകാത്ത ഹൃദയബന്ധത്തിൻ്റെ ധ്യാനനിഷ്ഠമായ ഒരു ഉപാസനയാണ് എനിക്ക് സന്യാസം. അവിടെ വിശ്വാസമോ ഭക്തിയോ ഒന്നുമില്ല. അതെൻ്റെ ഉൾപ്രേരണ മാത്രമാണ്. ഒന്ന് തെളിച്ചു പറയൂ ഐറിഷ്, ഇത് യഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ലേ? അതെങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ചില ജന്മങ്ങൾ അങ്ങനെയാണ്. അവർക്ക് പോലും അവരെ മനസ്സിലാവില്ല. അതെ, അവൾ പറഞ്ഞത് അത്രയും ശരിയായിരുന്നു. അവൾക്ക് അവളെ മനസ്സിലായില്ല, തനിക്ക് തന്നെയും. എന്നാലും മനസ്സിൻ്റെ മച്ചകത്ത് മയിൽപ്പീലി നിർത്തിയാടുന്ന പഞ്ചവർണ്ണ തത്തെ പോലെ അവൾ. ഐറിഷ്, ഹലോ. ഈ നഗരത്തിലെത്തിയ ശേഷം ആദ്യമായി ഫോൺ ശബ്ദിച്ചു. നവീൻ്റെ നെഞ്ചിടിപ്പ് കൂടി. ഹലോ. ഒരു പുരുഷ ശബ്ദം. ഹലോ. നവീൻ ഫോൺ എടുത്തു. മിസ്റ്റർ നവീൻ അല്ലേ? വീണ്ടും പുരുഷ ശബ്ദം. അതെ. കൊടുക്കാം. അതേ ശബ്ദം. STD ബൂത്തിൽ നിന്നാണെന്ന് തോന്നുന്നു. ഹലോ, ഞാനാണ് ഐറിഷ്. ഐറിഷ്? നവീൻ്റെ ഉള്ളു പിടഞ്ഞു. എവിടെയാണ് നവീൻ? ഐറിഷിൻ്റെ പതിഞ്ഞ ശബ്ദം. ഞാനിവിടെയുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ. അന്ന് നമ്മൾ കണ്ടതിന് ശേഷം ഐറിഷിൻ്റെ ഫോണും കത്ത് ഞാനിവിടെ തന്നെ തങ്ങുക. നവീൻ വളരെ ധൃതിയിലാണ് സംസാരിച്ചത്. അയാൾ പറഞ്ഞത് ശ്രദ്ധിക്കാതെ ഐറിഷ് പറഞ്ഞു, എനിക്കൊന്ന് കാണണം നവീൻ. എനിക്കും. എപ്പോൾ? എവിടെ വെച്ച്?
നവീൻ്റെ ധൃതി. ഇപ്പോൾ തന്നെ ഒന്ന് ബീച്ചിലേക്ക് വരാമോ? തകർന്നു കിടക്കുന്ന കടൽപ്പാലത്തിനരികിൽ കുട്ടികളുടെ പാർക്കിനപ്പുറം കടലോരത്ത് വളർന്നു കിടക്കുന്ന കള്ളിമുൾക്കാടിനടുത്ത് ഞാൻ കാത്തിരിക്കുന്നു. ഫോൺ കട്ടായി. നവീൻ ഓടുകയല്ല, പറക്കുകയാണ്. ഓട്ടോറിക്ഷയ്ക്ക് സ്പീഡ് പോരെന്ന് തോന്നുന്നു. വേഗം വിട്, വേഗം വേഗം. അതെ സാറേ, 2 കടൽപ്പാലവും തകർന്നു കിടക്കുക. അതിലേതാ? ഡ്രൈവറുടെ ചോദ്യം. കുട്ടികളുടെ പാർക്കിനടുത്തുള്ളത്. പാർക്കിനരികിൽ ഓട്ടോ നിന്നു. അപരിചിതമായ സ്ഥലമാണ്. വെയിൽ ചാഞ്ഞിരിക്കുന്നു. അടുത്തെങ്ങും ആരെയും കാണാനില്ല. പാർക്ക് തുറന്നിട്ടില്ല. പാർക്കിൻ്റെ സൈഡിലൂടെ കടപ്പുറത്തേക്ക് നീളുന്ന വഴിയിലരികിലേക്ക് നീങ്ങി. മത്സ്യഗന്ധമുള്ള കാറ്റ്, കടപ്പുറത്ത് ഉണക്കാനിട്ടിരിക്കുന്ന ഉപ്പുമീനിൻ്റെ ദുർഗന്ധം, കടൽത്തിരയുടെ ഇരമ്പം, അകലെ കടലിലേക്ക് ഇറങ്ങി ചെല്ലുന്ന കരിമ്പാറക്കെട്ട്. നവീൻ സ്ഥലകാല ബോധമില്ലാതെ തെല്ലിട നിന്നു. ചുറ്റും നോക്കി. എവിടെ പടർന്നു വളരുന്ന കള്ളിമുൾക്കാട്? കടപ്പുറത്ത് അങ്ങിങ്ങ് ഇടതൂർന്ന് വളരുന്ന പച്ചപ്പുകൾ. അല്പം അകലെ മാറി അല്പം നീളത്തിൽ കാണുന്ന കുറ്റിക്കാടുകൾ. കള്ളിമുള്ളാണോ എന്ന് അറിയില്ല. നവീൻ സൂക്ഷിച്ചു നോക്കി. അതാ അവിടെ ആപാദചൂടം കരിമ്പടത്തിൽ പൊതിഞ്ഞ് ഒരു രൂപം. അതിൽ നിന്ന് ഒരു കൈ പുറത്തേക്ക് നീണ്ടു. അത് വായുവിലിളകി. നവീൻ സൂക്ഷിച്ചു നോക്കി. അതെ, അവൾ തന്നെ. ഐറിഷ്. നവീൻ ഒറ്റ കുതിപ്പായിരുന്നു. അയാളുടെ വിയർത്ത നെറ്റിയിലേക്ക് ഊർന്നു വീണ മുടിയിഴകൾ പിറകോട്ടൊതുക്കിക്കൊണ്ട് അയാൾ ഐറിഷിൻ്റെ മുന്നിൽ കിതച്ചുകൊണ്ട് നിന്നു. ഐറിഷ്! അയാൾ ആർത്തിയോടെ വിളിച്ചു. പർദ്ദയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് നീണ്ട കൈ പർദ്ദയ്ക്കുള്ളിലേക്ക് വലിച്ചുകൊണ്ട് ഐറിഷ് മുഖം കുനിച്ചു നിന്നു. അതേസമയം ഐറിഷിൻ്റെ വേഷം കണ്ട് പകച്ചു നിൽക്കുകയാണ് നവീൻ. ഇതെന്തു കോലം? ഐറിഷ്, എന്താണിത്? ഹമീദ് ഹാജിയുടെ ബീവിക്ക് മറ്റേത് വേഷമാണ് ചേരുക? നവീൻ അത്ഭുതപ്പെട്ടു. കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ആയിരുന്നു. പർദ്ദ എൻ്റെ ബാഗിലുണ്ടായിരുന്നു. ഓട്ടോറിക്ഷയിൽ വെച്ച് ഞാനത് ധരിച്ചിട്ടാ പോയത്. ഐറിഷ്, എന്താ പറഞ്ഞത്? ഹമീദ് ഹാജിയുടെ ബീവിയോ? മനസ്സിലായില്ല. സത്യമാണ് നവീൻ, ഞാനിന്ന് ഐറിഷ് അല്ല, സാബിറയാണ്. ഹമീദ് ഹാജിയുടെ ബീഡർ. നിർത്ത്! നവീൻ അലറി. നീ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? എന്നെ ഒഴിവാക്കാനാണെങ്കിൽ അത് പറഞ്ഞാൽ മതി. അങ്ങനെയല്ല നവീൻ, ഞാൻ പറഞ്ഞത് സത്യമാണ്. തർബിയത്തിലെ കിതാബിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. തർബിയത്തോ? അതെന്തോന്നാ? ഞാനിതൊന്നും വിശ്വസിക്കില്ല. നവീൻ ക്ഷുഭിതനായി. വിശ്വാസമില്ലെങ്കിൽ വേണ്ട, ഞാൻ നിർബന്ധിക്കുന്നില്ല. എനിക്ക് തന്നെ വിശ്വാസമില്ലാത്ത ഒരു കാര്യത്തിൽ മറ്റൊരാളെ നിർബന്ധിക്കാനാവില്ലല്ലോ. നിനക്ക് എന്താണ് പറ്റിയത് ഐറിഷ്? അയാൾ അവളുടെ തോളത്ത് തൊട്ടുകൊണ്ട് ചോദിച്ചു. നീ എന്തിനീ കടുങ്കൈ ചെയ്തു? അയാളുടെ ശബ്ദം പതറി. കടുങ്കൈയൊന്നുമല്ല, അങ്ങനെ വേണ്ടി വന്നു. എന്നിട്ട് നീ എന്ത് നേടി? പണം? നവീൻ്റെ തൊണ്ടയിടറി. ഒന്നും നേടിയില്ല, നേടാൻ ശ്രമിച്ചില്ല. പിന്നെ ഒന്നുകൂടി അറിഞ്ഞോളൂ, കയ്യിലുണ്ടായിരുന്ന ഒരു ജോലിയും ഉപേക്ഷിക്കേണ്ടി വന്നു. ഐറിഷ് നിസ്സംഗയായിട്ടാണ് സംസാരിച്ചത്. ഞാൻ ഈ കാലം അത്രയും ഈ ഒരു മുഖത്തെ ഓർത്തുകൊണ്ടാണ് ജീവിച്ചത് ഐറിഷ്. നീ എന്നെ ഉപേക്ഷിച്ചാലും ഞാനിങ്ങനെ തന്നെ ജീവിക്കുകയും ചെയ്യും. നവീൻ ഐറിഷിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ അവൾ മുഖമുയർത്താതെ പറഞ്ഞു. നവീൻ, എന്നെ സങ്കടപ്പെടുത്തരുത്. ഞാൻ കരയുന്നില്ലെന്ന് വെച്ച് എൻ്റെ ഹൃദയം പൊള്ളുന്നില്ലെന്ന് കരുതരുത്. കണ്ണുനീർ എനിക്ക് ബാക്കിയില്ല. അതുകൊണ്ട് തന്നെ മേലിൽ കരയില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിനക്ക് കുട്ടികളെത്രയാ? പെട്ടെന്ന് നവീൻ ചോദിച്ചു. കുട്ടികളോ? അതെങ്ങനെ സാധ്യമാകും നവീൻ? എൻ്റെ ശരീരവും എൻ്റെ സ്ത്രീത്വവും വികൃതമാക്കപ്പെട്ടു. വിലക്ഷണമാം വിധം അത് തിരസ്കരിക്കപ്പെട്ടു. ഇപ്പോൾ ഞാൻ ആരാണ് അറിയില്ല. ആണും പെണ്ണുമല്ലാത്ത മനുഷ്യരാശിക്ക് പോലും അപമാനമായ ഒരു നികൃഷ്ട ജീവി. മാംസവും മജ്ജയുമില്ലാത്ത പിണ്ടവസ്തുവിനെ പോലെ എൻ്റെ സ്ത്രീത്വം ചവിട്ടി ഉടച്ചു കളഞ്ഞു. എനിക്കിപ്പോൾ ജാതിയില്ല, മതമില്ല, മനുഷ്യഗന്ധം പോലുമില്ല, ജീവിതമില്ല, മരണമില്ല, ജൈവികമായ നിലനിൽപ്പുമില്ല. ആ എന്നെ നവീൻ, ആ എന്നെ നിങ്ങളിനി പ്രതീക്ഷിക്കരുത്. ഐറിഷ് ഒരു അപസ്മാര രോഗിയെപ്പോലെ വിറച്ചുകൊണ്ട് കള്ളിമുൾച്ചെടികൾ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പൂഴിമണ്ണിലേക്ക് വീണു. ഐറിഷ് എന്ന് വിളിച്ചുകൊണ്ട് നവീൻ അവളെ താങ്ങി എഴുന്നേൽപ്പിച്ചു. ഐറിഷ്, നിനക്ക് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? പറയൂ. നിനക്ക് അരുത്, അങ്ങനെ പറയരുത് നവീൻ. ഞാൻ അയാളെ ഉപേക്ഷിക്കില്ല എന്ന് സത്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് തെറ്റിക്കാൻ പറ്റില്ല. പണവും പദവിയും ഒന്നും ഞാൻ മോഹിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ യാത്രയിൽ എപ്പോഴോ ഒരു കാര്യം എനിക്ക് ബോധ്യമായി. ഞാൻ അയാളെ സ്നേഹിക്കുന്നുണ്ട്. സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ഉപാധികളൊന്നുമില്ലാതെ ഞാൻ അയാളെ സ്നേഹിക്കുന്നുണ്ട്. നീ പറയുന്നത് സത്യമല്ല ഐറിഷ്. അതെനിക്കറിയാം. കടപ്പാടുകളാണ് നിന്നെങ്ങനെ അന്ധയാക്കുന്നത്. നവീൻ ഐറിഷിൻ്റെ മുഖപടം മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകൾ കലങ്ങിച്ചു വന്ന് നിറഞ്ഞിരിക്കുന്നു. കരയരുത്. നിനക്ക് വേണ്ടി എത്ര കാലം വേണമെങ്കിലും ഞാൻ കാത്തു നിൽക്കും. ഇതെൻ്റെ വാക്കാണ്, എൻ്റെ സത്യം. നവീൻ അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. വേണ്ട, വേണ്ട. ഞാൻ നിങ്ങളെ മനസ്സിൽ കൊണ്ട് നടന്നിരുന്നു. അതൊരു പ്രതിഷ്ഠയാണ് നവീൻ. അതിപ്പോഴും അവിടെ തന്നെയുണ്ട്. എനിക്കത് മതി. തുടർന്ന് ജീവിക്കാൻ എനിക്ക് ആ ബലം മതി നവീൻ. അവൾ കൈ പിൻവലിച്ചുകൊണ്ട് പറഞ്ഞു. ഐറിഷ്. നവീൻ ആവേശത്തോടെ അവളെ വാരി അണച്ചു. കടലിരുമ്പ പോലെ വന്ന ആ ശബ്ദവും അയാളുടെ കരവലയവും ഭേദിച്ചുകൊണ്ട് ഐറിഷ് കുതറി മാറി. തുടരു തന്നെ. ഒരു പുരുഷനും മലിനമാക്കാൻ കഴിയാത്ത എൻ്റെ മനസ്സിൻ്റെ നേരും നെറിയുമെങ്കിലും എന്നിൽ ബാക്കി നിൽക്കട്ടെ നവീൻ. സോറി,
നിന്റെ സങ്കടം എനിക്ക് സഹിക്കാനാവുന്നില്ല ഐറിഷ്. അതുകൊണ്ട് നിയന്ത്രണം വിട്ടുപോയി. ഐറിഷ് കണ്ണുകൾ തുടച്ചുകൊണ്ട് എഴുന്നേറ്റു. അവൾ നവീൻ്റെ മുഖത്തേക്ക് നോക്കി. മടങ്ങിപ്പോകണം നവീൻ. ഞാനൊരു തെറ്റാണ്, വലിയ തെറ്റ്. അതിൽ ഭാഗഭാക്കാവാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഇതിൽ ശരിയും തെറ്റുമൊന്നുമില്ല. എനിക്ക് താനില്ലാതെ മറ്റൊരു ജീവിതമില്ല. അത് തന്നോട് കാണിക്കുന്ന ഔദാര്യമായി കരുതരുത്. എനിക്ക് തന്നെ അത്രയ്ക്കിഷ്ടമാണ്. ഈ കടലാഴത്തേക്കാൾ പ്രണയമാണ് എനിക്ക് തന്നെ വേണം. നിങ്ങളുടെ ഈ തീരുമാനം എന്നെ സങ്കടപ്പെടുത്തുകയുള്ളൂ. അതോർത്തോർത്ത് എൻ്റെ ശിഷ്ടജീവിതം നരകതുല്യമാവും, ഐറിഷ് ദുഃഖത്തോടെ പറഞ്ഞു. അതൊക്കെ തൻ്റെ തോന്നല. താനില്ലാതെ ഞാനില്ല. മരണം വരെ അങ്ങനെ തന്നെ. താൻ എന്നെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും. അരുത് നവീൻ, അവൾ വെമ്പലോടെ അയാളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അപേക്ഷിച്ചു. എൻ്റെ ജീവിതം എന്നോ തീർന്നു പോയി. ഇനി അതിൽ നിന്നൊരു പിന്മടക്കമില്ല നവീൻ, സത്യം. ഐറിഷ് വാവിട്ട് നിലവിളിച്ചു. കടൽ ആർത്തിരമ്പി വന്ന് കരയെ ആഞ്ഞു പുലുകുന്നത് നോക്കി അവൾ തെല്ലിട നിന്നു. പിന്നെ മുഖത്തു നിന്ന് ഓർന്നുപോയ മുഖപ്പടം മുഖത്തേക്ക് തന്നെ നീക്കിയിട്ടുകൊണ്ട് അവൾ വേച്ചു നടന്നു. കടപ്പുറത്തെ പൂഴിമണ്ണിൽ പുതഞ്ഞു പോകുന്ന കാലുകൾ വലിച്ചൂരി. മുന്നിലേക്ക് കുത്തുമ്പോഴുണ്ടാകുന്ന കാൽപ്പാടുകൾ പോലും വിറക്കൊള്ളുന്നതായി നവീന് തോന്നി. കടൽക്കാറ്റ് ശക്തിയായി വീശിയടിച്ചു. പടിഞ്ഞാറൻ മാനം ചുവന്നു തൊടുത്തു. വേലിയേറ്റമാവും കടൽക്കരയിലേക്ക് പാഞ്ഞു വന്ന് നവീൻ്റെ കാലുകൾ പറിച്ചെടുത്തു. അയാൾ കരയിലേക്ക് പിടഞ്ഞു കയറി സർവ്വശക്തിയും എടുത്ത് ഐറിഷിനെ വിളിച്ചു. ഐറിഷ്, ഐറിഷ്. അവൾ വിളി കേട്ടില്ല. ഒന്ന് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. അവളുടെ കറുത്ത വസ്ത്രം അകലെ തെരുവിലെ ജനത്തിരക്കിൽ അലിയുന്നത് നോക്കി നവീൻ വാവിട്ട് കരഞ്ഞു. പ്രളയം നാശം വിതച്ച് നാട് വിറങ്ങലിച്ചു നിന്നു. ഐറിഷ് തൻ്റെ വീടിനടുത്ത് സ്കൂൾ വരാന്തയിൽ നിൽക്കുകയായിരുന്നു. വെള്ളപ്പൊക്കത്തിൽ വീട് നഷ്ടപ്പെട്ട 100-ലധികം കുടുംബങ്ങളാണ് അവിടെ ചേക്കേറിയിരുന്നത്. 90 കഴിഞ്ഞ വൃദ്ധർ മുതൽ കൈക്കുഞ്ഞുങ്ങൾ വരെ ഞെങ്ങിയും ഞെരുങ്ങിയും വാതിൽ വയ്ക്കാത്ത ക്ലാസ് മുറികളിൽ നരകിക്കുന്നത് കണ്ട് ഐറിഷിൻ്റെ മനസ്സിടിഞ്ഞു. തൻ്റെ വീട്ടിലെ റസിയയും 3 മക്കളും ആ കൂട്ടത്തിലുണ്ട്. നിർത്താതെ പെയ്ത മഴയിൽ മലയുടെ ഇടിഞ്ഞു വീണ് റസിയയുടെ വീടിൻ്റെ പകുതിയും മൂടിപ്പോയി. മഴയുടെ മട്ട് കണ്ട് അപകടം മനസ്സിലാക്കിയ പഞ്ചായത്ത് ഇടപെട്ടാണ് റസിയയെ അടക്കം 50 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത്. വിധവയായ റസിയ ബീവിയെ കാണാനാണ് ഐറിഷ് ആശ്വാസ കേന്ദ്രത്തിലെത്തിയത്. അവളെ കണ്ടതോടെ റസിയയും മക്കളും ഓടി വന്നു. എല്ലാം പോയി താത്ത, എൻ്റെ വീട്, തുണിയും വീട്ടുസാമാനങ്ങളും എല്ലാം മണ്ണിനടിയിലായി. കുട്ടികളുടെ കോലം കണ്ട് ഐറിഷ് ചോദിച്ചു. ഭക്ഷണമൊന്നും കിട്ടുന്നില്ലേ റസിയ? ചോറും ചപ്പാത്തിയുമൊക്കെ കിട്ടും. പക്ഷേ മഴ കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട് പോകും പഠിച്ചോനെ? സർക്കാർ സഹായിക്കുമായിരിക്കും, പക്ഷേ അതിനൊക്കെ സമയം പിടിക്കും. സാരില്ല, ഞാൻ സാറിനോടൊന്ന് ചോദിക്കട്ടെ, സഹായിക്കാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് മറ്റാരുമില്ലെത്താ, നിങ്ങളെയുള്ളൂ കാക്കണം. ആ നോക്കാം, അറിയാലോ സാറിനെ. ഐറിഷ് കയ്യിൽ കരുതിയിരുന്ന പുതപ്പും സോപ്പുമൊക്കെ റസിയയെ ഏൽപ്പിച്ചു. മടങ്ങുമ്പോൾ റസിയയ്ക്കൊപ്പം ക്യാമ്പിൽ കഴിയുന്ന കുടുംബങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളായിരുന്നു മനസ്സിൽ. റസിയയെ സഹായിക്കണം. അവൾക്കിപ്പോൾ വീടില്ല. വീട് നിന്ന സ്ഥലത്ത് ഒരു മൺകൂന മാത്രം. സഹായിക്കണം, ഐറിഷ് ഹാജിയോട് പറഞ്ഞു. അതിനൊക്കെ പണമെവിടുന്നാ? മക്കൾ തരില്ലെന്ന് അറിഞ്ഞോട് നിനക്ക്, ഹാജിയാർ പറഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു? റസിയ ഇവിടുത്തെ പണിക്കാരിയാ. മാത്രവുമല്ല അവളൊരു വിധവയുമാണേ. സഹായിച്ചേ പറ്റൂ. എന്നാൽ പിന്നെ നീ അങ്ങ് സഹായിക്ക്. എൻ്റെ കയ്യിൽ പണമില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നിങ്ങളെ മക്കളിൽ ആരെങ്കിലും വിളിച്ച് കുറച്ച് പണം ചോദിക്ക്. ഐറിഷിൻ്റെ നിർബന്ധം സഹിക്കാതെ വന്നപ്പോൾ ഹാജിയാർ ഫോൺ എടുത്ത് വിളിച്ചു. ഹലോ ഹലോ ആ നസീമയാ മോളെ, അസീസ് അവിടെ ഇല്ലേ? ഇല്ല ബാപ്പാ. കാര്യം എന്താ? ഞാൻ പറയാം. ഇവിടെ കുറേ പ്രശ്നങ്ങളുണ്ട് മോളെ. ഒരു 5 ലക്ഷം രൂപ വേണം. അത്യാവശ്യമായിട്ട് ഇന്ന് തന്നെ അയക്കാൻ പറയണം. 5 ലക്ഷം രൂപയോ? അത് വലിയ തുകയല്ലേ ബാപ്പാ? അതെ, ഞാൻ 5 കോടിയല്ല ചോദിച്ചേ, 5 ലക്ഷം. എനിക്ക് കാൽമുട്ട് മാറ്റി വയ്ക്കണം, അതിനു വേണ്ടിയാ. അതിനാ നസ്രാണിച്ചിയുടെ കയ്യിൽ കാശ് കാണുമല്ലോ ബാപ്പാ? അതെ നസീമ, ഞാൻ ചോദിച്ചത് ഞാൻ സമ്പാദിച്ച പണമാ, അല്ലാതെ നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണമല്ല കേട്ടോ. ശരി, ഞാൻ പറയാം ബാപ്പാ. ആളിവിടെ ഇല്ല, ദോഹേല വന്ന പറയാം. ഫോൺ കട്ടായി. ഹലോ ഹലോ ഹാജിയാർ വിളിച്ചു. മറുപടി ഉണ്ടായില്ല. ഇളയ മരുമകളല്ലേ സാറേ? ഐറിഷ് പുച്ഛത്തോടെ ചോദിച്ചു. അതെ. പണം അയച്ചു തരാമെന്ന് പറഞ്ഞോ? ഇല്ല, അസീസ് ദോഹേല. എങ്കിൽ ദോഹേലയ്ക്ക് വിളിക്കണം, ഐറിഷ് ചടിച്ചു. അതൊന്നും നടപ്പില്ല, അവൻ ബിസി ആയിരിക്കും. എങ്കിൽ ബാങ്കിൽ നിന്ന് എടുക്കാം. അവർ പറയുന്നുണ്ടല്ലോ, ബാങ്കിൽ 3 കോടി പിന്നെ ഒരു 70 ലക്ഷം. നമ്മുടെ ജോയിൻ്റ് അക്കൗണ്ടിലുണ്ടായിരുന്ന 50 ലക്ഷം അതിൽ നിന്ന് എടുക്കാം, ഐറിഷ് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, അതൊക്കെ അവരെഴുതി വാങ്ങി. ബാങ്കിൽ എന്നെ കൊണ്ടായി അവരുടെ പേരിലേക്ക് മാറ്റിയെന്ന്. ആ, എന്നോടൊരു വാക്ക് പോലും പറയാതെ നിങ്ങളതെല്ലാം അവർക്ക് കൊടുത്തു. ഇപ്പോൾ അവരോട് ഇറക്കുന്ന പഠിച്ചോളൂ. ഇത് ഇറക്കലൊന്നുമല്ല. ഞാനെൻ്റെ മക്കളോടല്ലേ ചോദിക്കുന്നത്. അതിന് നിനക്കെന്താ? എനിക്കൊന്നുമില്ല. എന്നിട്ട് കിട്ടിയോ? മരുമകൾ ശരിക്കും തന്നില്ലേ? കിട്ടും, എല്ലാം ശരിയാവും. അതൊക്കെ പോട്ടെ, ഞാൻ നിങ്ങളുടെ ആരാ? സംശയം എന്താ? എൻ്റെ വൈഫ്. ഉറപ്പല്ലേ? പിന്നെ മാറ്റി പറയരുത്. മാറ്റി പറയേ. നിനക്കെന്താ ഭ്രാന്താ? അതെ, എനിക്ക് ഭ്രാന്താ.
നിങ്ങളും നിങ്ങളുടെ മക്കളും കൂടിയാ എന്നെ ഭ്രാന്തിയാക്കിയത്. നിങ്ങളുടെ മക്കളും മറ്റാരേക്കാളും കൂടി എന്നെ അധിക്ഷേപിച്ച് നടക്കുന്നു. നിങ്ങളത് കേട്ട് മിണ്ടാതിരിക്കുന്നു. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഐറിഷിൻ്റെ തൊണ്ടയിടറി. എനിക്കെന്തായാലും റസിയയെ സഹായിക്കണം. നിങ്ങളുടെ തറവാടുണ്ടല്ലോ, നിങ്ങളുടെ പേരിൽ കിടക്കുന്നു. അത് 5-6 ഏക്കറില്ലേ? അതിൽ കുറച്ച് വിൽക്കണം. തറവാട് വിൽക്കാനോ? അത് പറ്റില്ല. അതെൻ്റെ മക്കൾക്ക് അവകാശപ്പെട്ട സ്വത്താ. അപ്പോൾ ഭാര്യയ്ക്കും അവകാശമുണ്ടാകുമല്ലോ, അതായത് എനിക്കും. അതെ, എൻ്റെ ഭാര്യ നീയല്ല, എൻ്റെ മക്കളുടെ ഉമ്മയാ, ആയിഷ ബി. സ്വത്ത് അവളുടെയും എൻ്റെയും കൂടി പേരില്ല. അതിൻ്റെ അവകാശികൾ ഞങ്ങളുടെ മക്കൾ തന്നെ. അപ്പോൾ ഞാൻ ആരെ പൊന്നു? എനിക്ക് നിങ്ങളുടെ സമ്പത്തിലൊന്നും ഒരവകാശവും അധികാരവുമില്ലേ? ഒന്നുമില്ലാന്ന് കരുതിക്കോ സാബിറ, അതാണ് സത്യം. എന്നാര് പറഞ്ഞു? ഞാൻ തന്നെ. അധികം ചാടിയാൽ 3 തലാക്കിൽ തീരും നിന്റെ അധികാരവും അവകാശവുമെല്ലാം. ഹാജിയാരുടെ രൗദ്രഭാവം കണ്ട് ഐറിഷ് അന്താളിച്ചു പോയി. അവൾ നിലവിളിച്ചു. പൊന്നു, പൊന്നു എന്ന് അവൾ അരുമയോടെ അയാളെ വിളിച്ചിരുന്ന പദമാണ്. ഏറെ നാളുകളായി അവൾ അങ്ങനെ വിളിക്കാറില്ല. അയാൾ അവളെ രൂക്ഷമായി നോക്കി. വാർദ്ധക്യത്തിൻ്റെ ചുളി വീണ കണ്ണുകളിൽ പുച്ഛം എരിയുന്നത് കണ്ട് ഐറിഷിൻ്റെ ശ്വാസം നിലച്ചുപോയി. തെല്ലിട കഴിഞ്ഞ് അവൾ സ്വയം നിയന്ത്രിച്ചു. പിന്നെ രോഷത്തോടെ പറഞ്ഞു, എന്നാൽ കേട്ടോളൂ, ഞാൻ നിങ്ങളുടെ പഞ്ചാര വാക്കുകേട്ട് കയ്യിലുണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ച നിങ്ങളുടെ ഓഫീസ് മാനേജറായത്. അന്നെന്താ പറഞ്ഞത്? പ്രതിമാസം 1 ലക്ഷം രൂപ. അതും നഷ്ടപ്പെടുത്തുമ്പോൾ പറഞ്ഞല്ലോ ഓരോ മാസവും എൻ്റെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം ഇട്ടു തരുമെന്ന്. എന്നിട്ടെവിടെ? എൻ്റെ 12 വർഷങ്ങൾ. ആ കാലത്തെ എൻ്റെ ശമ്പളം എനിക്ക് കിട്ടണം. നിങ്ങൾ പ്രോമിസ് ചെയ്തതാ. പ്രോമിസോ? എന്ത് പ്രോമിസ്? അതിന് തെളിവുണ്ടോടേ? പറ, തെളിവ്. ഹാജിയാർ നിന്ന് വിറച്ചു. തെളിവോ? തെളിവോ? തെളിവൊന്നുമില്ല. എങ്കിലേ ചിലക്കാണ്ടിരുന്നോളൂ. നിന്റെ ശമ്പളവും അതിൻ്റെ ഇരട്ടിയും ഞാൻ എന്നോ തന്നു കഴിഞ്ഞു. നിന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഇറക്കിയ മുതൽ എത്രയാണെന്നറിയാലോ? എൻ്റെ ജീവിതത്തിന് നിങ്ങൾ എന്ത് വില തരും? അവൾ ഗർജിച്ചു. അടങ്ങിടി. എൻ്റെ മുടക്കുമുതലിൻ്റെ നിസ്സാര വിലയാ നിന്റെ ജീവിതം. ഞാൻ അങ്ങയെ അതിനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഒരടിമയുടെ പരിഗണനയെങ്കിലും ഞാൻ അർഹിക്കുന്നില്ലേ പൊന്നു? ഐറിഷ് അലറിക്കരഞ്ഞു. കരയാതെ. നിന്നെ ഞാൻ അങ്ങനെയൊന്നുമല്ല കരുതിയിട്ടുള്ളത്. പക്ഷേ പണം പണം എന്ന ഒരു വിചാരമേ നിനക്കുള്ളൂ. അതും പറഞ്ഞ് നീ എനിക്കൊരു സ്വൈരം തരുന്നില്ല. അതോ കുഴപ്പം? ഞാൻ പറയുന്നതാണോ കുറ്റം? നമ്മളെങ്ങനെ മുന്നോട്ട് പോകും? നമുക്ക് ജീവിക്കണ്ടേ? ഞാൻ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, ജീവിക്കാനുള്ളത് അവർ തരും. അത് എത്ര കാലം പൊന്നു? എൻ്റെ മരണം വരെ. പിന്നെ ഞാനെന്ത് ചെയ്യും? ഒപ്പം മരിക്കണോ? അതോ ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ച് പോകണോ? അതൊക്കെ നിനക്ക് തീരുമാനിക്കാം. ഒന്ന് ഓർത്തോളണം, ഒരൊറ്റ ഫോൺ കോൾ മതിയേ നിൻ്റെ ബ്രദേഴ്സ് കുടുംബടക്കം പുരയിൽ വന്നിരിക്കും. അതുറപ്പാന്നേ. ഹാജിയാരുടെ ഭീഷണി കേട്ട് ഐറിഷ് നടുങ്ങി. അയാൾ പറഞ്ഞത് ശരിയാ. അയാൾ അതിനെ മടിക്കില്ല. ഐറിഷിന് ശബ്ദമില്ല. പ്രതിഷേധത്തിൻ്റെ ഒരടയാളം പോലുമില്ല. അവൾ ചലനമറ്റ് നിലത്തൊട്ടി നിന്നു. താൻ എന്തിനെങ്ങനെ ജീവിക്കുന്നു? രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. സ്വന്തം ജീവിതം പോലും സംരക്ഷിക്കാമെന്ന് വെച്ചാൽ അതിനുവേണ്ടി ഒരു പഴുതുമില്ല. എല്ലാ മാസവും മമ്മി വിളിക്കും. ശമ്പളം കിട്ടിയില്ലേ മോളെ? കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. എന്ത് ശമ്പളം? അഷ്ടിക്ക് പോലും വഴിമുട്ടി നിൽക്കുന്ന ഐറിഷിന് എന്ത് ശമ്പളം? ആഭരണങ്ങളെല്ലാം വിറ്റ് കഴിഞ്ഞു. കടം വാങ്ങുന്നവരോടൊക്കെ കൈനീട്ടി കഴിഞ്ഞു. അഭിധേയകാംക്ഷികളൊക്കെ സഹായം അവസാനിപ്പിച്ചു. ജോലിക്കാരെയൊക്കെ ഒഴിവാക്കി. ഐറിഷ് സഹായത്തിന് കൈനീട്ടി നിൽക്കുന്നു. മുന്നിൽ ഇരുട്ട് മാത്രം. ഒരിടത്തും ഒരു മിന്നാമിനുങ്ങുമില്ല. പപ്പയുടെ മരണശേഷം ഈ ഒരു മനുഷ്യനെ ആശ്രയിച്ചാണല്ലോ കുടുംബം നിലനിന്നത്. പട്ടുപോയ തൻ്റെ കുടുംബത്തിന് പച്ചപ്പുണ്ടാക്കിയ ഒരാളുടെ ഔദാര്യമാണിപ്പോൾ വില പേശപ്പെടുന്നത്. നവീൻ നീട്ടിയ കൈകളിലേക്ക് ഓടിയണയ്ക്കാൻ വയ്യ. അങ്ങനെയായാൽ ഹോ ഹോ അതോർക്കാൻ കൂടി വയ്യ. തർബിയത്തിൻ്റെ തലവറയിൽ ബന്ധിക്കപ്പെട്ട ഒരു അടിമയ്ക്കിനി ആശ്രയിക്കാനുള്ളത് മരണം മാത്രമാണ്. തലയിൽ കിടന്ന തട്ടവും കഴുത്തിൽ അവശേഷിക്കുന്ന മെഹർ എന്ന സ്വർണ്ണത്തുണ്ടും തൻ്റെ ജീവിതത്തിൻ്റെ ഖബറിനുമേൽ നാട്ടിയ മീസാൻ കല്ലുകളാണ്. ഇനി ആ ഖബറിൽ നിന്നൊരു മോചനമില്ല. താരാപദങ്ങളിൽ തമ്പിട്ട് നിൽക്കുന്ന കുഞ്ഞു നക്ഷത്രം കണക്കെ മിന്നിത്തെളിയാൻ കൊതിച്ചവൾ. ശ്വാസം ക്രമങ്ങളിൽ പ്രണയാതുരമായി പെയ്തൊഴിയാൻ ദാഹിച്ചവൾ. ജീവിതമാകുന്ന മഹാപ്രവാഹത്തിൽ 80കാരൻ്റെ തളർന്ന പേശിബലത്തിൽ തീക്ഷ്ണമായ യൗവന തുടിപ്പുകൾ ഒരു നീർക്കുമിള പോലെ ഉടച്ചു കളഞ്ഞവൾ. ദാമ്പത്യത്തിൽ തൻ്റെ ജൈവികത തിരസ്കൃതമാകുമെന്ന തിരിച്ചറിവിൽ പിടഞ്ഞു വീണവൾ. എല്ലാം സഹിച്ച് സ്വയം ശിക്ഷയുടെ മരക്കുരിശിൽ ജീവിതം സമർപ്പിക്കുകയായിരുന്നല്ലോ. ഇതെൻ്റെ ധർമ്മമാണ്, കർമ്മമാണ്, ത്യാഗമാണ്, കടം വീട്ടലാണ്. സ്വയം ന്യായീകരിക്കാൻ കാരണങ്ങൾ നിരത്തി ആശ്വസിച്ചു. ശാരീരികമായ സംതൃപ്തി ക്ഷണികമാണ്, വൈകാരികമായ അനുഭൂതിയാണ് പ്രധാനം. മനസ്സിനെ ബോധ്യപ്പെടുത്തി. നീ എന്നെ വിട്ടു പോവില്ലല്ലോ. നീ എൻ്റെ കൂറിയാണ് സാബിറ. എനിക്കുള്ളതെല്ലാം ഞാൻ നിനക്ക് തരും. ഹമീദ് ഹാജിയുടെ വാഗ്ദാനങ്ങൾ, കൊഞ്ചലുകൾ, മസൃണമായ പരിലാളനകൾ എല്ലാം അസ്തമിച്ചു. ഇപ്പോൾ താൻ ദൂർത്തയാണത്രേ. എന്ത് ദൂർത്ത്? ജോലി ഉപേക്ഷിച്ച കാലം മുതൽ പറഞ്ഞു തുടങ്ങിയതാ എന്തെങ്കിലും ഒരു സ്ഥിര വരുമാന മാർഗം ഉണ്ടാക്കിത്തരാൻ. ഒന്നുകിൽ ഹോട്ടൽ, അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ. ആദ്യമൊക്കെ പ്രോത്സാഹിപ്പിച്ചു, പ്രതീക്ഷ നൽകി. ഒടുവിൽ പറഞ്ഞു, അതൊന്നും വേണ്ട, നിനക്ക് കൂത്താടാൻ പണം മുടക്കാനാവില്ല. മേലിൽ ഈ ആവശ്യം പറഞ്ഞേക്കരുത്, നടക്കില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എനിക്ക് ജീവിക്കണ്ടേ? അവൾ ഹാജിയുടെ
തോളിൽ പിടിച്ച് ശക്തിയായി കുലുക്കി. ഒന്നുകിൽ നിങ്ങൾ എന്നെ രക്ഷിക്കണം, അല്ലെങ്കിൽ കൊല്ലണം, അവൾ അലറി. അവളിൽ നിന്ന് കുതറി മാറിക്കൊണ്ട് അയാൾ പറഞ്ഞു, അതിനേക്കാൾ നല്ലൊരു വഴിയുണ്ട്. നീ എന്നെ അങ്ങ് കൊല്ല്, ശല്യം തീരുമല്ലോ. പൊന്നു, നിങ്ങളുടെ മക്കളും മരുമക്കളും ഒക്കെ ജീവിക്കുന്നത് പോലൊന്നും ജീവിക്കാൻ എനിക്ക് മോഹമില്ല. ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, എനിക്കും ജീവിക്കണ്ടേ? പറ പറ പൊന്നു. സാബിറ, നീ കാര്യം മനസ്സിലാക്ക്. നിന്റെ ബ്രദേഴ്സ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം എത്രയാണെന്നറിയോ നിനക്ക്? ഒന്നും രണ്ടുമല്ല, ഏതാണ്ട് 12 കോടി. കണക്കെൻ്റെ കയ്യിലുണ്ട്. കാണണോ നിനക്ക്? ഹാജിയാർ ക്ഷുഭിതനായി. 12 കോടിയോ? ഐറിഷിൻ്റെ വായ തുറന്നുപോയി. തൻ്റെ ബ്രദേഴ്സ് തന്നെ പണയം വെച്ച് പണം പറ്റുകയായിരുന്നെന്നോ? അതും താൻ അറിയാതെ? എന്തൊരു ചതിയാണിത്. അവൾ ഞങ്ങളുടെ ഒറ്റ പെങ്ങളാ. അവൾ ഏതായാലും നശിച്ചു. ഞങ്ങൾക്ക് പണം വേണം. നിങ്ങൾ ഞങ്ങളെ പിരിച്ചുവിട്ടാൽ നിങ്ങളുടെ കമ്പനി രഹസ്യങ്ങൾ ഞങ്ങൾ പുറത്തുവിടും. അതോടെ തീരും ബാപ്പയും മക്കളും കൂടി കെട്ടിപ്പൊക്കിയ സമ്പത്തും സമ്പാദ്യവും ഒക്കെ. അവർ ഭീഷണിപ്പെടുത്തിയാണ് പണം വാങ്ങിയത്. സംസാരിച്ചതൊക്കെ ജോർജാണ്. അവൾ ഞങ്ങളുടെ തുറുപ്പ് ഷീറ്റാ. അവൾക്ക് വേണ്ടി നിങ്ങൾ പണം മുടക്കിക്കൊണ്ടേയിരിക്കും. ജോർജിൻ്റെ എഴുത്തുകൾ അടങ്ങിയ ഫയൽ ഹാജിയാർ ഐറിഷിൻ്റെ മുന്നിലേക്ക് എറിഞ്ഞു. നോക്ക്, ആങ്ങളാരുടെ കയ്യൊപ്പ് വെച്ച് കൈപ്പറ്റിയ കോടികളുടെ കണക്കുകൾ. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാനെല്ലാം എൻ്റെ മക്കളുടെ പേരിലാക്കിയത്. ഇതൊന്നും അവരറിഞ്ഞിട്ടില്ല കേട്ടോ. അറിഞ്ഞാലത്തെ സ്ഥിതി എൻ്റെ പഠിച്ചോനെ. നീ എന്നോട് ക്ഷമിച്ചേക്ക്. ഇനി നിനക്കും നിൻ്റെ ആങ്ങളമാർക്കും തരാൻ എൻ്റെ കയ്യിലൊന്നുമില്ല, ഒന്നും. ഹാജിയാർ വിതുമ്പി. ഐറിഷിന് ശബ്ദിക്കാനാകുന്നില്ല. തൻ്റെ കൂടപ്പിറപ്പുകൾ, അതും ജോർജ്. അവൻ ചെറുപ്പത്തിലെ കുഴപ്പക്കാരനാ. പപ്പയ്ക്ക് അവനെ ഭയമായിരുന്നു. തൻ്റെ പതനം കണ്ടില്ലെന്ന് നടിച്ച് കറവ പശുവിനെ പോലെ പണമുണ്ടാക്കുന്ന സഹോദരങ്ങൾ, തൻ്റെ പ്രാണനെടുക്കാൻ കാത്തു നിൽക്കുന്ന ഹാജിയാരുടെ സന്തതികൾ, അവർക്ക് വേണ്ടി ചരട് വരിക്കുന്ന ഹാജിയാർ ഫാമിലിയുടെ അഭ്യുദയകാംക്ഷികൾ. രക്ഷപ്പെടാനൊരു വഴിയുമില്ലേ? അവൾ ഹാജിയാരുടെ മുഖത്തേക്ക് നോക്കി. ആ കൺപീലികൾ നനഞ്ഞൊട്ടിയിരിക്കുന്നു. താൻ കാരണം, അല്ല, തൻ്റെ കുടുംബത്തിൻ്റെ തകർച്ചയിൽ ഒരു ദേവദൂതനെ പോലെ കൈനീട്ടിയ ഒരാൾ. കോടാനുകോടികളുടെ സമ്പാദ്യക്കാരൻ പരാജിതനായി, പരമദരിദ്രനായി, ഭീഷണിയുടെ, ചതിയുടെ, ധർമ്മസങ്കടത്തിൻ്റെ കുരുക്കിൽപ്പെട്ട് ശ്വാസം മുട്ടുകയാണ്. അദ്ദേഹം ഐറിഷിനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് അവൾ അയാളുടെ മുഖം വാരിയെടുത്ത് തെരുതെരെ ചുംബിച്ചു. എന്നിട്ട് ആ മുഖം തൻ്റെ മാറത്തേക്ക് ചായച്ചു വെച്ചുകൊണ്ടവൻ ചോദിച്ചു, നമുക്കങ്ങ് മരിച്ചാലോ പൊന്നു? ഹാജിയാർ തൻ്റെ മുഖം പറിച്ചെടുത്തുകൊണ്ട് ചോദിച്ചു. മരിക്കാനോ? എന്തിന്? നമ്മൾ ജീവിക്കും. എങ്ങനെ? നിത്യച്ചെലവിന് നിവൃത്തിയില്ല. പൊന്നിനെ ഡോക്ടറെ കാണിക്കണ്ടേ? വൈകുന്നേരങ്ങളിൽ നമുക്ക് സവാരി പോകണ്ടേ? നല്ല ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കണ്ടേ? അതിന് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഈ ശരീരമല്ലാതെ മറ്റൊന്നും എൻ്റെ കയ്യിലില്ല. ഐറിഷ് കരഞ്ഞുപോയി. കരയാതെ സാബിറ, നിൻ്റെ ജീവിതം ഇങ്ങനെ ആകുമെന്ന് ഞാൻ കരുതിയില്ല. നമ്മുടെ കുറ്റം കൊണ്ടല്ല, പക്ഷേ എല്ലാം സംഭവിച്ചു. എനിക്കതിൽ വലിയ സങ്കടമുണ്ട്, സത്യമാണ്. അയാൾ അവളെ അമർത്തിപ്പിടിച്ചു ആർത്തിയോടെ ഉമ്മവച്ചു. ഹാജിയാരുടെ ഒപ്പം കാറിലാണ് ഐറിഷ് വീട്ടിലേക്ക് തിരിച്ചത്. പാതി വഴിയിലെത്തിയ ഐറിഷിനെ വഴിയിലിറക്കി ഹാജിയാർ സ്വന്തം വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിയിലുടനീളം ഹാജിയാർ ഐറിഷിനെ കുറിച്ചാണ് ഓർമ്മിച്ചത്. പാവം, അവളുടെ ജീവിതം ഇങ്ങനെയാക്കിയത് താനാണ്. അവളുടെ പ്രണയം താൻ അറിഞ്ഞ നിമിഷം ഓടിയെത്തിയത് സലോമിക്കരികിലേക്കാണ്. സലോമി! ചെന്നപാടെ അയാൾ അലറി. സലോമി! എന്താണ് സാർ? എന്തു പറ്റി? തൻ്റെ മുന്നിൽ ക്ഷുഭിതനായി നിൽക്കുന്ന ഹാജിയാരെ കണ്ട് സലോമി അമ്പരന്നു. എവിടെ ഐറിഷ്? അവൾ കോളേജിലെ സാറേ. കോളേജിൽ? അവളെന്തോ കാഫറിൻ്റെ കൂടെ കറങ്ങി നടക്കാമെന്ന് കേട്ടല്ലോ. കറങ്ങി നടക്കുന്നോ? സാറേ, അനാവശ്യം പറയരുത്. എൻ്റെ മോള് മഠത്തിൽ ചേരാൻ പോവാ. എന്നിട്ടാണോ ആരെൻ്റെയും കൂടെ? സലോമി സങ്കടപ്പെട്ടു. മഠത്തിൽ ചേരാനോ? അതൊക്കെ ഞങ്ങൾ വെറുതെ പറയുന്നതാ. അവൾക്കൊരു കാമുകനുണ്ട്. കർത്താവേ, സാറേ, എൻ്റെ മോളെ പറ്റി തോന്നിയാസം പറയല്ലേ. നിങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നുണ്ട് എന്ന് കരുതി വേണ്ടാതിനും പറയരുത്. സലോമി നിന്ന് ജ്വലിച്ചു. വേണ്ടാതിനുമല്ല സലോമി, ഞാൻ അന്വേഷിച്ചു. നവീൻ എന്നോ അവൻ്റെ പേര്. സലോമിയുടെ ചങ്ങാഴ്ചൻ്റെ കുട്ടിയാ നവീൻ. നവീനോ? കർത്താവേ, അതൊന്നും ശരിയല്ല സാറേ. നവീനെ ഞാൻ ചെറുപ്പത്തിലേ കണ്ടതാ. അവരിപ്പം എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അറിയണം സലോമി, തനിക്കൊന്നും അറിവില്ല എന്ന് പറഞ്ഞിട്ടെന്താ? സമ്പത്തുണ്ടായിരുന്നില്ലേ? എല്ലാം പോയിട്ടും സലോമി ഒന്നും അറിഞ്ഞില്ല. കുഞ്ഞുങ്ങളെ സ്നേഹിച്ചാൽ പോരാ, പ്രായം തികഞ്ഞ പെൺകുട്ടി എങ്ങനെ പോകുന്നു കൂടി അറിയണം. സലോമി മിണ്ടിയില്ല. നാവിറങ്ങിപ്പോയി. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ തലയിൽ കൈയും വെച്ച് നിലത്ത് കുത്തിയിരുന്നു. ഹാജിയാർ പിന്നെയും എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. പോകും മുമ്പ് അയാൾ ഒരു കെട്ട് നോട്ടെടുത്ത് സലോമിയുടെ മുന്നിലേക്കിട്ടു. ഡേ, ചെലവിന് ബുദ്ധിമുട്ടണ്ട. ഈ പണം എൻ്റെ മാത്യൂസിൻ്റെ കുടുംബത്തിന് ഞാൻ തരുന്ന സൗജന്യമല്ല. നിൻ്റെ അപ്പൻ മുരിങ്ങാമൂട്ടിൽ എട്ടിമാപ്പിള എനിക്ക് തന്ന 700 റുപ്പികയാണ് ഹമീദിൻ്റെ മുടക്കുമുതൽ. ആ പണം കൊണ്ടാണ് ഹമീദ് കച്ചവടം ആരംഭിച്ചതും കച്ചവടം പൊളിഞ്ഞപ്പോൾ കടൽ കടന്നതും. പിന്നെ നിൻ്റെ കെട്ടിയവൻ മാത്യൂസ്. ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം നിനക്കറിയാവുന്നതല്ലേ. നീ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവനിങ്ങനെ ആവുമായിരുന്നില്ല. അവൻ്റെ നാശം കുതിച്ചിരുന്ന ഒരാളുണ്ട്. ആരാണെന്നറിയോ നിനക്ക്? നീ പറയില്ല. പക്ഷേ എനിക്കറിയാം വർക്കിയെ, എനിക്കറിയാം. എനിക്കെല്ലാം അറിയാം. സാറേ! സലോമി ഹാജിയാരുടെ അരികിലേക്ക് ഓടിച്ചെന്നു. സാറേ! സാറേ! സലോമി പൊട്ടിക്കരഞ്ഞു.
സലോമി കരയണ്ട. അവൻ മഹാ ഇബിലീസാ. എൻ്റെ ഒരു കാവൽ ഈ കുടുംബത്തിനുണ്ടെന്ന് അവനറിയാം. അതുകൊണ്ട് അവൻ ഹാജിയാർ നിർത്തിക്കളഞ്ഞു. സാറേ. സലോമിയുടെ കണ്ണുകൾ രണ്ട് തീക്കട്ട പോലെ പുറത്തേക്ക് തള്ളി വന്നു. അവൾക്ക് ശ്വസിക്കാൻ പറ്റാതെ സങ്കടം തൊണ്ടയിൽ തളം കെട്ടി. ഹാജിയാർ അടുത്ത് ചെന്ന് അവളുടെ തോളത്ത് തട്ടി. നീ എൻ്റെ മാത്യൂസിൻ്റെ ഭാര്യയാ, എൻ്റെ ഐറിഷിൻ്റെ മദർ. ഐറിഷിനെ എനിക്കിഷ്ടമാണ്. എനിക്ക് എന്നേക്കാൾ അവളെ ഇഷ്ടമാണ്. കാരണം അവളെൻ്റെ മാത്യൂസിൻ്റെ ഒരേയൊരു മകളല്ലേ, എൻ്റെ ഈ കയ്യിൽ കിടന്നു വളർന്ന കുട്ടി. അതുകൊണ്ടാണ് ഞാൻ അവളുടെ കാര്യത്തിൽ ഇത്രയേറെ ശ്രദ്ധിക്കുന്നത്. സലോമി. ആ, ഞാൻ ഇറങ്ങുന്നു. പിന്നൊരു കാര്യം, അവളെ മഠത്തിലൊന്നും ചേർക്കണ്ട. കോളേജിൽ പോകുന്നത് പഠിക്കാനല്ലേ, പ്രേമിച്ച് ചീത്തപ്പേര് കേൾപ്പിക്കാനല്ലോ. അത് അവളോട് പറഞ്ഞേക്കണം. അതും പറഞ്ഞ് ഹാജിയാർ ഇറങ്ങി. അയാളുടെ കാർ നീങ്ങുന്നത് നോക്കി സലോമി നിന്നു. അപ്പോൾ അവളുടെ ഹൃദയത്തിൽ കൊടുങ്കാറ്റടിക്കുകയായിരുന്നു. ആ രാത്രി, ആ നശിച്ച രാത്രി ഒരു പേടി സ്വപ്നമായെന്നും മനസ്സിൽ കിടന്നു നീറുന്നു. വർക്കിച്ചൻ മന്ത്രിയായതിൻ്റെ 1-ാം വാർഷികാഘോഷം പൊടിപ്പൊടിച്ചെന്ന ജോർജ് പറഞ്ഞത്. ആഘോഷം കഴിഞ്ഞ് മടങ്ങുന്ന വഴിയാണ് വർക്കിച്ചൻ വീട്ടിലേക്ക് വന്നത്. സമയം 12 കഴിഞ്ഞിരിക്കണം. ജോർജും ജോയിയുമൊക്കെ പരിപാടി സ്ഥലത്ത് സംഘടിപ്പിച്ച നാടകം കാണുകയായിരുന്നെന്നാണ് പറഞ്ഞത്. വർക്കിച്ചൻ സ്വന്തം കാറിൽ തനിയെയാണ് വന്നത്. വാതിലിൽ മുട്ടുകെട്ട് സലോമി വാതിൽ തുറന്നു. ലൈറ്റിടു ജോർജെ, നീ എന്താ ഇരുട്ടത്ത് നിൽക്കുന്നേ? പറഞ്ഞു തീരും മുമ്പ് ആരോ സലോമിയുടെ മുഖം പൊത്തി. ആ ബലിഷ്ഠമായ കൈകളിൽ ഞെരിഞ്ഞ് സലോമി നിലത്ത് വീണു. മാത്യൂസ് വലിക്കാറുള്ള സിഗരറ്റിൻ്റെ മണം. മാത്യൂസിനെ കൂടാതെ ആ സിഗരറ്റ് വലിക്കുന്ന ഒരേ ഒരാളെ മാത്രമേ സലോമിക്ക് അറിയൂ. മാത്യൂസും വർക്കിച്ചനും ഒരേ സിഗരറ്റ് തന്നെ മാറി മാറി വലിക്കുന്നതും സലോമി കണ്ടിട്ടുണ്ട്. അപ്പോൾ വർക്കിസാർ, മന്ത്രി വർഗീസ്, വിട്, എന്നെ വിടാൻ. സലോമിയുടെ ശബ്ദം ഉയർന്നില്ല. കാവി പൂശിയ ഉമ്മറക്കോലായിൽ മാത്യൂസ് വിശ്രമിക്കാറുള്ള ഈസി ചെയറിനരികിൽ പിടിവലിയിൽ വീണുപോയ സലോമിയുടെ മുകളിൽ അമർന്ന ഭാരത്തിൽ നിന്നും അടക്കിപ്പിടിച്ച ആ ശബ്ദം അവൾ കേട്ടു. ഞാനാ സലോമി. നിന്നെ ഞാൻ മോഹിച്ചു പോയി, നിന്റെ കുട്ടിക്കാലം മുതൽ. ഇനി എനിക്ക് സഹിക്കാൻ വയ്യ. ഈ ഒരൊറ്റ തവണ മതി സലോമി, പ്ലീസ്. മാത്യൂസ് ഉള്ളപ്പോൾ എനിക്കതിന് കഴിഞ്ഞില്ല. നീ എന്നെ സ്നേഹിച്ചാൽ മതി. നിന്നെ, നിന്റെ മക്കളെ ഞാനൊരു കരപ്പറ്റിക്കും സലോമി. വിശാച്ചേ. തൻ്റെ മേൽ അമർന്നു കിടക്കുന്ന ശരീരത്തിൽ എവിടെയോ അവൾ ആഞ്ഞു കടിച്ചു. സലോമി എന്ന് അലർ വിളിച്ചുകൊണ്ട് പ്രാണവേദനയോടെ വർക്കി പിടിവിട്ടു. ആ നിമിഷം സലോമി അകത്തേക്ക് ഓടിക്കയറി വാതിലടച്ചു. അവളുടെ നെഞ്ചിട് ഇടിക്കുന്നുണ്ടായിരുന്നു. കർത്താവേ, നീ എന്തിനിങ്ങനെ എന്നെ ശിക്ഷിക്കുന്നു? നീ എന്നെ കൈവിട്ടാൽ എനിക്ക് ഇനി ആരുണ്ട്? അവൾ കിലിക്കിലെ വിറച്ചുകൊണ്ട് വാതിലും ചാരി നിലത്ത് കുത്തിയിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് വർക്കിയുടെ വാഹനം കുതിച്ചു പോകുന്ന ശബ്ദം കേട്ടു. പിന്നെ എപ്പോഴോ വാതിലിൽ വീണ്ടും മുട്ട് കേട്ടു. മമ്മി, വാതിൽ തുറക്ക്, ജോർജാണ്. അഴിഞ്ഞൊലിഞ്ഞ മുടിയുമായി വാതിൽ തുറന്ന സലോമിയോട് ജോർജ് പറഞ്ഞു. കറണ്ട് പോയല്ലോ മമ്മി. പാനീസ് വിളക്ക് കത്തിക്കാറുന്നില്ലേ? ഭാഗ്യം. ജോർജ് തൻ്റെ വികൃതമായ രൂപം കണ്ടില്ല. ഇരുളിൽ തപ്പിത്തളഞ്ഞ് മുന്നോട്ട് നീങ്ങിയ സലോമിയെ ജോയ് താങ്ങി. തട്ടി വീഴല്ലേ മമ്മി. മമ്മിയോട് ഇരിക്കെ, ഞാൻ പോയി തീപ്പെട്ടി എടുത്തു വരാം. ജോയ് സലോമിയെ ചാരിപടിയിലിരുത്തി. അവളുടെ നെഞ്ചിടിച്ചു. കണ്ണുകൾ പെയ്തു. പുറത്ത് നിറഞ്ഞ ഇരുട്ടിൽ നിന്നും പോക്കച്ചി തവളകളുടെ കരച്ചിൽ. ജോയ് വിളക്കുമായി വരുമ്പോൾ സലോമി നിലത്ത് വീണ് കിടക്കുകയായിരുന്നു. കഥ തുടരും.